So ഇത് നമ്മുടെ പാർട്ട് 2 ആണ് ആക്ച്വലി ഈ വീഡിയോ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കോപ്പർ കമ്പനി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന്റെ ഹാഫോളം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായി, നമ്മുടെ വീഡിയോ എൻഡ് ആയി. അപ്പൊ ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിൽ ഇട്ട് ഇത് കറക്റ്റ് ചെയ്ത് ഇത് വീണ്ടും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പാർട്ട് 1 ഇതിന്റെ തൊട്ട് നമ്മുടെ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ വാച്ച് ചെയ്തിട്ടായിരിക്കണം ഇതിലോട്ട് വരേണ്ടത് പാർട്ട് 2 ആയിട്ട് കേട്ടോ. ശരി, സോ നമ്മളിപ്പോ കറന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി, ജോയിന്റ് പ്രോബബിലിറ്റി ചെയ്ത് 1 ആണെന്ന് നമ്മൾ നോക്കി. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഈ നെഗറ്റീവ് NP വരാനുള്ള പ്രോബബിലിറ്റിയുടെ അല്ലേ. സോ എന്ത് ചെയ്താൽ മതി, ഈ നെഗറ്റീവ് വരാൻ ചാൻസസ് ഉള്ളതിന്റെ പ്രോബബിലിറ്റീസ് മുഴുവൻ ആഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ എന്തായിരുന്നടാ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നേരത്തെ അല്ല വായിച്ച, വിട്ടുപോയിണ്ടാവും. ഒന്നുകൂടി നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് ഹാവിംഗ് നെഗറ്റീവ് NPV. ഈ ഇൻവെസ്റ്റ്മെന്റിന് നെഗറ്റീവ് NP വരാനുള്ള പ്രോബബിലിറ്റി എത്രയുണ്ട്. സോ ഈ 3 സിറ്റുവേഷനിലും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചുള്ള ഈ 3 സിറ്റുവേഷനിൽ എടുക്കുക. ഓക്കെ, സോ ഞാനിപ്പം A1 ആണ് എഴുതുന്നത്. A1 അല്ല, അത് ഏതാ എഴുതുന്നത്, ഏതായിരുന്നു ക്വസ്റ്റ്യൻ, A2 ആണ് എഴുതുന്നത്. A2 മുകളിൽ എഴുതി വെച്ചു. ഇനി A2 ആണ് ഞാൻ ആദ്യം എഴുതുന്നത്. Probability of NPV being negative. NPV നെഗറ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി എത്രയുണ്ട്, NPV നെഗറ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി എത്രയുണ്ട്. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു ഈ നെഗറ്റീവിന്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലസ് ചെയ്യുന്നു. നെഗറ്റീവ് ആവാൻ ചാൻസ് ഉള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലസ് ചെയ്യുന്നു. 0.03, 0.06, 0.15 ഇത്രയും പെർസെന്റേജ് ചാൻസസ് ഉണ്ട് NPV നെഗറ്റീവ് ആവാൻ. സോ ഓവറോൾ NPV നെഗറ്റീവ് ആകാൻ 0.24 അത് 24, ഇത് കുറച്ച് ദൂരമായിപ്പോലെ ഇത് എഴുതിയതും ഇതും. സോ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് 0.24 അഥവാ 24% ആണ് NPV നെഗറ്റീവ് ആകാൻ. ഓക്കെ, എല്ലാത്തിന്റെയും റെക്കോർഡിംഗ് അവൈലബിൾ ആണ് കേട്ടോ, റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. പക്ഷെ ലൈവിൽ അറ്റൻഡ് ചെയ്യൂ, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ കമന്റ് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ. ശരി, ഇത് ക്ലിയർ അല്ലേ. 24% ചാൻസ് ഉണ്ട് ഈ പ്രോജക്റ്റ് നെഗറ്റീവ് ആകാൻ. 24% ചാൻസ് ഉണ്ട്. അത് അത്യാവശ്യം റിസ്ക് ഉണ്ട്. ഈ പറഞ്ഞ ഓക്കെ ആണോ. A2 ഇത് ചെയ്ത 1 മാർക്കേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ മുകളിൽ 8 മാർക്കിനുള്ള നമ്മൾ ഏകദേശം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. 8 മാർക്കോളം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ എല്ലാവരും. ഓക്കെ, യെസ്. സോ അങ്ങനെയെങ്കിൽ A3 ആണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. A3 ഒന്ന് ക്വസ്റ്റ്യൻ നോക്കുക. A3 എന്താണെന്ന്. A3 കണ്ടുപിടിക്കുന്ന പ്രോബബിലിറ്റി അല്ല, കാൽക്കുലേറ്റ് NPV കണ്ടുപിടിക്കാൻ. ഏതിന്റെ NPV, മോസ്റ്റ് ലൈക്ലി ഔട്ട്കം, ഏറ്റവും കൂടുതൽ ചാൻസ് വരാനുള്ളത്. ഏറ്റവും കൂടുതൽ ചാൻസ് വരാനുള്ളത് പറഞ്ഞാൽ ഈ പ്രോബബിലിറ്റി ഏറ്റവും ഹയസ്റ്റ് എടുക്കണോ ഏറ്റവും ലോവസ്റ്റ് എടുക്കണോ. ഈ ജോയിന്റ് പ്രോബബിലിറ്റീസിലെ മോസ്റ്റ് ലൈക്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് എടുക്കണോ ഏറ്റവും ലോവസ്റ്റ് എടുക്കണോ. പറഞ്ഞേ, മോസ്റ്റ് ലൈക്ലി ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് അല്ല എടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് ഏതെന്നാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഹയസ്റ്റ് പ്രോബബിലിറ്റി ഉള്ളത് 3%, 6%, 1%, 15%, ഇതാണ് 30%. ഈ 5ാമത് കിടക്കുന്ന സിറ്റുവേഷൻ ആണ് ഹയസ്റ്റ് പ്രോബബിലിറ്റി ഉള്ളത്. ഇത് വന്നാൽ എത്ര NPV കിട്ടും. NPV എന്ന് പറഞ്ഞാൽ ഇത്ര, ഈ 4171 ഞാൻ ഇത് ഹൈലൈറ്റ് ചെയ്യാം. ഈ 4177 ആണ് ഏറ്റവും കൂടുതൽ ചാൻസ് വരാനുള്ളത്. 30% ചാൻസ് ഉണ്ട്. 30% ചാൻസ് ദാറ്റ് 4177 ആയിരിക്കും നമ്മുടെ ഇൻഫ്ലോ. സോ NPV ഓഫ് മോസ്റ്റ് ലൈക്ലി ഔട്ട്കം, മോസ്റ്റ് ലൈക്ലി ഔട്ട്കത്തിന്റെ NPV എത്രയാണ്. അതെന്ന് പറഞ്ഞാൽ ദിസ് ഈക്വൽ ടു 4177 ആണ് ഇൻഫ്ലോ, പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ. പ്രസന്റ് വാല്യൂസിലാണ് ഓൾറെഡി ഉള്ളത്. ഈ 4177 എന്ന് പറഞ്ഞത് ടോട്ടലി നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ആണ്. മൈനസ് എന്ത് ചെയ്യണം NPV കിട്ടണമെങ്കിൽ. പറഞ്ഞേ, ഇൻഫ്ലോസ് മാത്രമല്ലല്ലോ, ഇൻഫ്ലോയിൽ നിന്നും നമ്മുടെ ഇന്നത്തെ പ്രസന്റ് വാല്യൂ ടേംസിലുള്ള എന്ത് മൈനസ് ചെയ്യണം. NPV അല്ലേ ചോദിച്ചത്. ഇതിന്റെ ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യണം. എത്രയാണ് ഔട്ട്ഫ്ലോ? 3500 അല്ലേ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുള്ളത്. 3500. സോ 3500 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? NPV കിട്ടി. സോ 677 ആയിരിക്കും NPV. ഏതിന്റെ NPV? മോസ്റ്റ് പോസിബിൾ ഔട്ട്കം. പക്ഷെ ഇതിനൊക്കെ മുൻപ് 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടടാ. 8 മാർക്കിന്റെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ഉണ്ട്. മീൻ ആവറേജ്, അതായത്
എക്സ്പെക്ടഡ് വാല്യൂ NPV. NPV-യുടെ എക്സ്പെക്ടഡ് വാല്യൂ കണ്ടുപിടിക്കാൻ മീൻ ആവറേജ് അഥവാ എക്സ്പെക്ടഡ് NPV. ഈ എക്സ്പെക്ടഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? എടാ നമുക്ക് ഇപ്പൊ ഇങ്ങനെ കുറെ സിറ്റുവേഷൻ ഉണ്ട്, ഇത്രയും സിറ്റുവേഷൻ ഉണ്ട്. ഓരോ സിറ്റുവേഷന്റെ പ്രോബബിലിറ്റി അറിയാം, ഓരോ സിറ്റുവേഷന്റെ ക്യാഷ് ഇൻഫ്ലോസ് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ ക്യാഷ് ഫ്ലോ ഇൻടു പ്രോബബിലിറ്റി, ക്യാഷ് ഫ്ലോ ഇൻടു പ്രോബബിലിറ്റി, ക്യാഷ് ഫ്ലോ ഇൻടു പ്രോബബിലിറ്റി ചെയ്തതിന്റെ എന്തെടുക്കണം? എക്സ്പെക്ടഡ് വാല്യൂ കിട്ടാൻ ഈ ക്യാഷ് ഫ്ലോ ഇൻടു പ്രോബബിലിറ്റി, ക്യാഷ് ഫ്ലോ ഇൻടു പ്രോബബിലിറ്റി, ക്യാഷ് ഫ്ലോ ഇൻടു പ്രോബബിലിറ്റി, ക്യാഷ് ഫ്ലോ ഇൻടു പ്രോബബിലിറ്റി ഇതെല്ലാം ചെയ്തതിന്റെ എന്തെടുത്താൽ മതി? എക്സ്പെക്ടഡ് വാല്യൂ കിട്ടാൻ സം എടുത്താൽ പോരെ? സോ എക്സൽ ആയത് നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യുന്നു? ക്യാഷ് ഫ്ലോ ഇൻടു പ്രോബബിലിറ്റി എന്ന് ഒരു തവണ ചെയ്ത് ബാക്കി താഴോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ക്യാഷ് ഫ്ലോ ഇൻടു പ്രോബബിലിറ്റി എന്ന് മാത്രം ചെയ്യുന്നു. സോ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു താഴോട്ട്. സോ എന്തായി? എല്ലാത്തിന്റെയും ക്യാഷ് ഫ്ലോ ഇൻടു പ്രോബബിലിറ്റി, ക്യാഷ് ഫ്ലോ ഇൻടു പ്രോബബിലിറ്റി. ഇതിലെല്ലാത്തിനും ഇനി എന്തെടുക്കണം? സം എടുക്കണം. സം ഓഫ് ഈ ഏരിയ മുഴുവൻ എടുക്കണം. സം ഓഫ് ഇത്രയും ചെയ്താൽ കിട്ടുന്ന ഈ ഫിഗർ ആണ് നമ്മുടെ എന്ത്? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ്. ഇൻഫ്ലോസിന്റെ എക്സ്പെക്ടഡ് വാല്യൂ. സോ NPV കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ഇൻഫ്ലോസിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? നേരത്തെ ചെയ്തതുപോലെ കമന്റ് അറിയുന്നവർ പറഞ്ഞേ നോക്കട്ടെ. ആരാ ഫസ്റ്റ് കമന്റ് ചെയ്യുന്നത്? ആരാണ് ഫസ്റ്റ് കമന്റ് ചെയ്യുന്നത് നോക്കട്ടെ. ഇതിൽ നിന്നും ഇതാണ് എന്റെ ഏതെങ്കിലും ഒരു ഔട്ട്കത്തിന്റെ അല്ല, എല്ലാ ഔട്ട്കത്തിന്റെയും വെയിറ്റഡ് ആവറേജ് പ്രോബബിലിറ്റിയുടെ ബേസിസിലുള്ള വെയിറ്റഡ് ആവറേജ് ഫിഗർ ആണിത്. എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ ഔട്ട്കം എടുക്കും. മോസ്റ്റ് ലൈക്ലിയോ ലീസ്റ്റ് ലൈക്ലിയോ ഒന്നുമില്ല, എല്ലാം എടുത്തിട്ട് അതിന്റെ ഒരു ആവറേജ് വാല്യൂ. സോ ആവറേജ് ലോങ് റണ്ണിൽ എക്സ്പെക്ടഡ് വാല്യൂ വിജയിക്കുന്നത് ലോങ് റണ്ണിലാണ്. ലോങ് റൺ ആവറേജിൽ 4365 ആണ് ഇൻഫ്ലോ. 4365 ആണ് ഇൻഫ്ലോ. മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയ 3500 കുറച്ചാൽ 865.2. സോ ഇത് പോസിറ്റീവ് ആണ്. ഇത് ചെയ്യുന്നതിന് 8 മാർക്ക്. ആക്ച്വലി ഇതിന്റെ മെയിൻ വർക്കിംഗ് ഈ ടേബിളാണ്. ഈ ടേബിളിലാണ് നമുക്ക് 8 മാർക്കിൽ ഒരു 7 മാർക്കോളം കിട്ടുക. ബാക്കി 1 മാർക്കാണ് ഈ ഫിഗറിന് കിട്ടുന്നത് ആക്ച്വലി. സോ ആ ടേബിൾ വരയ്ക്കുന്നതിനാണ്, ജോയിന്റ് പ്രോബബിലിറ്റി ടേബിളിനാണ് നമുക്ക് നല്ല മാർക്ക്. ക്ലിയർ അല്ലേ? A1 A2 A3. പിന്നെ ഇതിന്റെ റെക്കമെൻഡേഷൻ എന്തായിരിക്കും? എക്സ്പെക്ടഡ് NPV പോസിറ്റീവ് ആയതുകൊണ്ട്, എക്സ്പെക്ടഡ് NPV പോസിറ്റീവ് ആയതുകൊണ്ട് ആക്സെപ്റ്റ് ആണോ റിജക്ട് ആണോ? പറഞ്ഞേ, ആക്സെപ്റ്റ് ആണോ റിജക്ട് ആണോ? പറയൂ മക്കളെ, ആക്സെപ്റ്റ് അല്ലേ? പക്ഷേ നമ്മള് ക്ലാസ്സിൽ റാക്സിന് വിക്സിന് അതൊക്കെ ചെയ്തപ്പോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എക്സ്പെക്ടഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കമന്റിൽ എന്തുകൂടി പറയണം? 2 മാർക്ക് ഉണ്ടാവും കമന്റിന്. ക്വസ്റ്റ്യൻ നോക്കിയേ വെറും 1 മാർക്ക് ആയിരിക്കില്ല, 2 മാർക്ക് ഉണ്ടാവും. റാക്സിൻ ക്വസ്റ്റ്യൻ, വിക്സിൻ ക്വസ്റ്റ്യൻ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തപ്പോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്. എക്സ്പെക്ടഡ് വാല്യൂ കാൽക്കുലേഷൻ ഉണ്ടോ കമന്റിൽ, എക്സ്പെക്ടഡ് വാല്യൂ കാൽക്കുലേഷൻ ഉണ്ടോ കമന്റിൽ നമ്മൾ എന്ത് പറയണം? കമന്റിൽ എന്തിനെ കൂടി പറ്റി സംസാരിക്കണം? സിയാൻ ചോദിക്കുന്നു സാർ A3 ഒന്നുകൂടി പറയോ? ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തു? എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഇൻടു വാല്യൂസ് ചെയ്തതിന്റെ മൊത്തം സം എടുക്കുക. അതാണ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ്. ആ ഇൻഫ്ലോസിൽ നിന്നും നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചാൽ കിട്ടുന്നതാണ് അതിന്റെ ആവറേജ് NPV. ഓക്കെ സിയാൻ ഷാജു പെട്ടെന്ന് പറഞ്ഞേ ഓക്കെ ആണോ? പ്രോബബിലിറ്റി ഇൻടു വാല്യൂസ് ചെയ്തതിന്റെ നമ്മൾ എന്ത് എടുത്തു? സം എടുത്തു. അതാണ് അതിന്റെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ഇൻഫ്ലോ. അതിൽ നിന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചു എന്നാ പറഞ്ഞുതരാം. ഞാൻ റാക്സിന് വിക്സിന് ആ ക്വസ്റ്റിനൊക്കെ നിങ്ങൾ ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എക്സ്പെക്ടഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് വേണം? ആയിഷ എക്സലന്റ്. ഇവിടെ സി നമ്മുടെ ഇൻഫ്ലോസ് 4365 ആ. 4365 ആ. ഇവിടെ 4365. ഇതിൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഇത് എഴുതാം. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ഇൻഫ്ലോ നമ്മൾ എന്തിനെ പറ്റി സംസാരിക്കണം? കമന്റിൽ 2 മാർക്ക് ഉണ്ടെങ്കിൽ ഒരെണ്ണം ഫിനാൻഷ്യൽ ആക്സെപ്റ്റബിലിറ്റി പറയും, അതിനൊരു മാർക്ക്. ഫിനാൻഷ്യൽ ആക്സെപ്റ്റബിലിറ്റി ഇത് കമന്റ് ആയിട്ട് പറയണം. ഞാൻ ക്വിക്ലി നിർത്തുവാണ് ഈ ക്വസ്റ്റ്യൻ. ഫിനാൻഷ്യൽ ആക്സെപ്റ്റബിലിറ്റി പറയണം. ബട്ട് നിങ്ങൾ എന്തിനെ പറ്റി സംസാരിക്കണം? ബട്ട് അവിടെ റിസ്ക് ഉണ്ട്. എല്ലാ സിറ്റുവേഷനിലും ഈ 4365 ഇത് ആവറേജ് അല്ലേ? എല്ലാ സിറ്റുവേഷനിലും ഈ 4365 മുകളിലാണോ? അല്ല. 2487 3800 417 4200 ഇങ്ങനെ കുറെ സിറ്റുവേഷൻ ഉണ്ട്. ഈ സിറ്റുവേഷനിലൊക്കെ നമ്മൾ എടുത്ത ഇൻഫ്ലോനെക്കാട്ടി കുറവ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. പ്ലസ് 24% ചാൻസ് NPV നെഗറ്റീവ് ആകാനുണ്ട്. 24% ചാൻസ് NPV നെഗറ്റീവ് ആവാനുണ്ട്. ഈ റിസ്കിനെ കൂടി നമ്മൾ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യണം.
അപ്പൊ നമ്മൾ എന്താ പറയും, ഫിനാൻഷ്യലി നോക്കുമ്പോൾ ആക്സെപ്റ്റബിൾ ആണ് 1 മാർക്ക്. ബട്ട് ഈ പ്രൊജക്ട് നെഗറ്റീവ് ആവാൻ 24% ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ആവറേജ് ഫിഗേഴ്സിന്റെ ബേസിലാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ആവറേജ് ഫിഗേഴ്സ് ആയ വെയിറ്റഡ് ആവറേജിന്റെ ബേസിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാളും വേഴ്സ്റ്റ് സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആ റിസ്ക് കൂടി കൺസിഡർ ചെയ്തിട്ട്, കൺസിഡറിങ് ദീസ് റിസ്ക് also then only we should make a final decision. ഈ റിസ്ക് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് എന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? പറഞ്ഞേ എന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? പറഞ്ഞേ. യെസ്. സോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസിന്റെ എടുത്ത് നോക്കുക കേട്ടോ. റിസ്ക് ഇനി എന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഇതിൽ ഇരിക്കുന്നവരുണ്ട്, അവരോട് പറയുന്നു, നിങ്ങൾ റാക്സിൻ വിക്സിൻ ഈ ക്വസ്റ്റ്യനിലൊക്കെ എക്സാമിനർ കമന്റ് ചെയ്തതൊന്ന് പഠിക്കൂ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. മേബി നമ്മുടെ ടൈമിന്റെ അവൈലബിലിറ്റി കുറവുള്ളതും ഞാൻ ക്വിക്ലി പോകുന്നു. ഇതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ റെക്കോർഡിങ്സ് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക കേട്ടോ, എങ്ങനെയാ ചെയ്തതെന്നുള്ളത്. ഓക്കെ മേരി? കാരണം കുറച്ചൊരു ലേറ്റ് ആയിട്ട് ഇപ്പൊ ജോയിൻ ചെയ്ത് അവർക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും പറഞ്ഞു എത്തില്ല നമ്മള്. ബാക്കി ഞാൻ മുന്നോട്ട് കൊണ്ടേ. ഇസ് ഇറ്റ് ഓക്കെ മേരി? Is it fine? Recordings available ആയിരിക്കും. വേഗം പറഞ്ഞിടാ. Yes. Okay. Yeah, fine. എന്നാൽ ഇതോട് കൂടിയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ, പക്ഷെ ഈ ക്വസ്റ്റ്യനിലോട്ട് വരാനുള്ള കാരണം എന്താ? ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിലോട്ട് വരാനുള്ള കാരണം നമ്മുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. ഇത് കുറച്ച് ചാലഞ്ച് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ടിങ് ചെയ്യാതെ, ഇതെന്നെ സ്റ്റാർട്ടിങ് ചെയ്യാതെ നിങ്ങൾക്ക് അറിയുന്ന ഐറ്റംസ് എല്ലാം ചെയ്തിട്ട് ഇതിലോട്ട് തിരിച്ചു വരിക. ശരി, വോളിയം ഇത്ര വരാൻ ചാൻസ് ഉണ്ട്, 80,000 ഇതൊക്കെ, കോൺട്രിബ്യൂഷൻ 2,000. സോ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കമ്പനി വിൽ മേക്ക് എ ലോസ്? വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കമ്പനി മേക്ക് എ ലോസ്? സോ നമ്മൾ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഇവിടെ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. എല്ലാവരുടെ കൂടെ നല്ലപോലെ ചെയ്തോ കേട്ടോ. ഇത് കുറച്ച് ചാലഞ്ച് ക്വസ്റ്റൻ ആണ്, കുറെ സമയം പോകും എക്സാമിന്. ഇങ്ങനെയുള്ള ക്വസ്റ്റൻ ലാസ്റ്റ് ചെയ്താൽ മതി ശരിക്കും. സോ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് നമുക്ക്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചു. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചത് പ്രോഫിറ്റ് ആ. പ്രോഫിറ്റ് ലോസിലോട്ട് വരണമെങ്കിൽ, പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ച കോൺട്രിബ്യൂഷനിൽ നിന്നും എന്തുകൂടി മൈനസ് ചെയ്യണം? അറിയുന്നവർ പറഞ്ഞേ. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. പക്ഷെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അറിയണമെങ്കിൽ എന്തുകൂടി കുറയ്ക്കണം? ഫിക്സ് കോസ്റ്റ്. ഫിക്സ് കോസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എല്ലാ ഇയറിലും 130,000 ആണ്. 130 ആണ് ഫിക്സ് കോസ്റ്റ്. അത് മാറാൻ പോകുന്നില്ല, 130 ആണ്. ശരി, ഇത് നമുക്ക് നമ്മുടെ ഔട്ട്കംസ് എഴുതി വെക്കാം. ഔട്ട്കംസ് എത്ര പോസിബിലിറ്റീസ് ഉണ്ട് ഇതില്? എത്ര പോസിബിലിറ്റീസ് ഉണ്ട് ചോദിച്ചാൽ 3 പോസിബിലിറ്റി. എത്രയാടാ? 3 into 2 6 പോസിബിലിറ്റീസ് ഉണ്ട്. 6 പോസിബിലിറ്റീസ്. സോ പോസിബിലിറ്റി 1 2 3 4 5 6 6 പോസിബിലിറ്റി ഉണ്ട്. വോളിയം ഫസ്റ്റ് ഇയറിൽ 80,000 വരാം. വോളിയം ഫസ്റ്റ് ഇയറിൽ 80,000 വരാം. ഫസ്റ്റ് ഇയർ അല്ല, ടോട്ടൽ വോളിയം ഇയർ ഒന്നും പറഞ്ഞില്ല. അതേ സമയത്ത് കോൺട്രിബ്യൂഷൻ ഏതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? പെർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് കോൺട്രിബ്യൂഷൻ ഏതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? വോളിയം 80 ആയാൽ കോൺട്രിബ്യൂഷൻ 2 1.5 വരാനുണ്ട്. അപ്പൊ ഈ 2 1.5 ആണ് ഇനി ഇങ്ങനെ ഇവിടെ റിപ്പീറ്റ് വരാൻ പോകുന്നത്. പക്ഷെ ഇവിടുത്തെ വോളിയം 80,000, അതായത് 80,000 വോളിയം വന്നു, കോൺട്രിബ്യൂഷൻ 2 ആകാം. അതേ 80,000 വോളിയം തന്നെ കോൺട്രിബ്യൂഷൻ 1.5. ആ സിറ്റുവേഷൻ എഴുതി കഴിഞ്ഞില്ലേ? ഇനി ഞാൻ ഏത് വോളിയത്തിന്റെ എഴുതും? മനസ്സിലായൊന്ന് കമന്റിൽ എനിക്ക് പറഞ്ഞു തന്നെ. ഇനി ഞാൻ ഏത് വോളിയത്തിന്റെ എഴുതും? ഞാൻ 80,000ന്റെ 2 സിറ്റുവേഷൻ എഴുതി. ഇനി അടുത്ത ഞാൻ ഏത് വോളിയത്തിന്റെ എഴുതും? മനസ്സിലായവർ പറഞ്ഞേ. ദേവിക, സഫ്വാൻ, മൂസി, എക്സലന്റ് 75,000. എക്സലന്റ്. സോ 75,000 വോളിയം വരാം, കോൺട്രിബ്യൂഷൻ 2 ആവും. 75,000 വോളിയം ആകാം, കോൺട്രിബ്യൂഷൻ 1.5 ആകാം. ഇനി ഒരു വോളിയം കൂടി ഉണ്ട്, 50,000 വരാം, കോൺട്രിബ്യൂഷൻ 3 ആകാം. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ, ഇതിൽ പ്രസന്റ് വാല്യൂ ചോദിച്ചില്ല, പ്രോഫിറ്റിന്റെ ബേസിലല്ലേ ചോദിച്ചത്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഒന്ന് ആലോചിച്ചോ. ഇത് 2 മാർക്കിന് വരുവാണെങ്കിൽ എത്ര പണിയുണ്ട് ചെയ്തെടുക്കാൻ. എക്സാമിന് വേണേ വന്നേക്കെ. ഇത് നമ്മുടെ ടൈം കില്ലിംഗ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് ഞാൻ നിങ്ങളുടെ കൺസെപ്റ്റിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ക്വസ്റ്റ്യൻ ആണ്, പാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല. ഇത്രയും ടൈം ഒന്നും പോകും ചിലപ്പോൾ ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ചാൻസസ് ഉണ്ട് കുറച്ചുകൂടി ടൈം എടുക്കുന്നത്.
ടോട്ടൽ കോൺട്രിബ്യൂഷൻ എങ്ങനെ വരും? വോളിയം ഇൻടു കോൺട്രിബ്യൂഷൻ. വോളിയം ഇൻടു കോൺട്രിബ്യൂഷൻ ചെയ്താൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആയി. ഇങ്ങനെ ഓരോരോ വോളിയം എഴുതി അതിന്റെ കോൺട്രിബ്യൂഷൻസ് എഴുതി. എന്നാൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ കോൺട്രിബ്യൂഷൻസ് കിട്ടി. ഇനി പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടണമെങ്കിൽ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടണമെങ്കിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കോൺട്രിബ്യൂഷൻ എന്ത് മൈനസ് ചെയ്താൽ മതി? ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിൽ നിന്നും എന്തുകൂടി മൈനസ് ചെയ്താൽ മതി? ഒന്നുകൂടി എനിക്ക് പറഞ്ഞു തന്നെ, എല്ലാത്തിലും സെയിം ആ. എന്ത് മൈനസ് ചെയ്താൽ മതി? പ്രോഫിറ്റ് അഥവാ ലോസ് വരണമെങ്കിൽ ഓരോ സിറ്റുവേഷനിലെയും എന്ത് മൈനസ്? ഫിക്സ് കോസ്റ്റ്. ഫിക്സ് കോസ്റ്റ് എപ്പോഴും സെയിം അല്ലേ? സോ ഒറ്റ തവണ മൈനസ് ചെയ്ത് ഇത് സ്പ്രെഡ്ഷീറ്റ് ആയിരുന്നു നമുക്ക് എന്തെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യാം. 130,000 ആണ് ഫിക്സ് കോസ്റ്റ് ക്വസ്റ്റിൽ പറഞ്ഞത്. സോ മൈനസ് 130,000 ഫിക്സ് കോസ്റ്റ്. ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും വരുന്ന പ്രോഫിറ്റ് ഓർ ലോസ് ആയി. സോ ഏതൊക്കെ സിറ്റുവേഷനിൽ ലോസ് വരാൻ ചാൻസ് ഉണ്ട്? 4 സിറ്റുവേഷനിൽ ലോസ് വരാൻ ചാൻസ് ഉണ്ട്. 4 സിറ്റുവേഷൻ. ഈ 4 സിറ്റുവേഷന്റെയും നെഗറ്റീവ് എന്നാൽ ലോസ് അല്ലേ? ഈ 4 സിറ്റുവേഷന്റെയും ജോയിന്റ് പ്രോബിലിറ്റി എടുക്കുക. അത് ആഡ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ കമ്പനി വിൽ മേക്ക് എ ലോസ്? കമ്പനി ലോസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഏതൊക്കെ? സോ ഇങ്ങനെ നോക്കിയെടുക്കാതെ വേഗം എല്ലാം എഴുതുക. ഫസ്റ്റ് എത്രയാ? ജോയിന്റ് പ്രോബിലിറ്റി. ജോയിന്റ് പ്രോബിലിറ്റി വരുന്നത് ഫസ്റ്റ് കേസ് 0.1 into 0.5 0.5 എല്ലാം ഹാഫാ. അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എടാ എല്ലാം ഹാഫ് അല്ലേ? സോ വേഗം എടുക്കാൻ പറ്റും. ഇത് ഫുൾ ചെയ്യണ്ട, എന്നാൽ ഞാൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടി 0.1 into 0.5 പിന്നെ 0.1 into 0.5. അടുത്തത് 0.6. എടാ അടുത്ത സെറ്റ് ഇതല്ലേ? അടുത്ത സെറ്റ് 0.6 0.5 0.5. സോ 0.6 into 0.5 അതിന് വീണ്ടും ഒരു റിപ്പീറ്റ് ആവും. നെക്സ്റ്റ് 0.3 0.3യുടെ ഹാഫ് 0.5. ഇത്രയാണ് പ്രോബിലിറ്റി. ഇതിൽ ആരുടെയൊക്കെ പ്രോബിലിറ്റിയാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്? ആരുടെയൊക്കെ പ്രോബിലിറ്റി നമ്മൾ ആഡ് ചെയ്യേണ്ടത്? പോസിറ്റീവ് എടുക്കുന്നതാണോ നെഗറ്റീവ് എടുക്കുന്നതാണോ? ലോസ് അല്ലേ ചോദിച്ചത്? പറഞ്ഞേ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ആരുടെ പ്രോബിലിറ്റി നമ്മൾ ആഡ് ചെയ്യേണ്ടത്? നെഗറ്റീവ്, അതായത് ലോസ് മേക്കിംഗ്. സോ probability of project being a project അല്ലെങ്കിൽ business, probability of business being being loss making ആണ് probability is equal to നെഗറ്റീവ് ആവുന്നതിന്റെയൊക്കെ ആഡ് ചെയ്യുക. നെഗറ്റീവ് ആവുന്നതിന്റെയൊക്കെ ആഡ് ചെയ്യുക. സോ 0.65 അതായത് 65% ചാൻസ് ഉണ്ട്. 65% ചാൻസ് ഉണ്ട് ഈ ബിസിനസ് നെഗറ്റീവ് ആവാൻ. ഇതേപോലത്തെ ഒബ്ജക്റ്റീവില് വരില്ല, ബട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേപോലത്തെ വലിയ ക്വസ്റ്റ്യൻ വന്നു. ഇത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് 2018 ശേഷം വന്നിട്ടില്ല. സോ കഴിഞ്ഞ തവണ സെൻസിറ്റിവിറ്റി അനാലിസിസ് ചോദിച്ചു. മെയിൻലി പ്രോബബിലിറ്റി അനാലിസിസ്, സെൻസിറ്റിവിറ്റി അനാലിസിസ് ആണ്. കഴിഞ്ഞ തവണ സെൻസിറ്റിവിറ്റി അനാലിസിസ് കുറെ ചോദിച്ചിട്ടുണ്ട്. സോ വീണ്ടും ചോദിക്കില്ല ഞാൻ പറയുന്നില്ല, ബട്ട് എക്സ്പെക്ട് വാല്യൂ ഒരു നമുക്ക് വളരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. മിനിമൽ ചെറിയ എക്സ്പെക്ട് വാല്യൂ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതുപോലത്തെ കോംപ്ലിക്കേറ്റഡ് എക്സ്പെക്ട് വാല്യൂ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. പെർഫെക്റ്റ് പറഞ്ഞേ? പെർഫെക്റ്റ് ഓക്കെ ആയോ? പറഞ്ഞേ ഓക്കെ ആണോ അല്ലയോ? ഗുഡ്, പെർഫെക്റ്റ്, അടിപൊളി അടിപൊളി. പെർഫെക്റ്റ് ഓക്കെ എന്ന് പറഞ്ഞ ആയിഷ. എന്നാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലോട്ട് ഞാൻ തിരിച്ചു വരുന്നു. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ, 10ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഗ്രാഫ് നോക്കിയേ. വൈ ആക്സിസിൽ എന്താ കൊടുത്തത്? വൈ ആക്സിൽ എന്താ കൊടുത്തത് നോക്കിട്ട് പറഞ്ഞേ. വൈ ആക്സിസിൽ എന്താടാ? വൈ ആക്സിൽ എന്താ? NPV. ഇത് 0 പോയിന്റ് ആണ്. അതായത് ഈ ലൈൻ ഉണ്ടല്ലോ, ഇതിന്റെ താഴോട്ട് പോയാൽ നോക്കട്ടെ, ഞാനിവിടെ ഡോട്ട് ഇട്ട് നോക്ക്. ഇത് 0 പോയിന്റ് ആണ്. ഇതിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലോട്ട് പോസിറ്റീവാ. ഈ ലൈൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങോട്ട് താഴോട്ട് വീണാൽ NPV പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? NPV പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ്. ശരി. സോ എന്റെ ചോദ്യം ഈ പോയിന്റുകളിലൊക്കെ, ഈ പ്രൊജക്ട് എക്സിന്റെയും വൈയുടെ NPV എത്രയായി? ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്ത പോയിന്റില്
പ്രൊജക്ട് എക്സിന്റെയും പ്രൊജക്ട് വൈയുടെയും NPV എത്രയാ? NPV 0. NPV 0 ആവുന്ന റേറ്റ്, ഡിസ്കൗണ്ടിങ് റേറ്റിനെ, ഏത് റേറ്റിലാണോ NPV 0 ആവുന്നത് ആ റേറ്റിനെ എന്താണ് എന്ന് നമുക്ക് പറയാം? IRR. സോ പ്രൊജക്ട് എക്സിന്റെ IRR ഇവിടെയാണ്. പ്രൊജക്ട് എക്സിന്റെ IRR ഇതാണ്. എഴുതാൻ പറ്റാത്ത പ്രൊജക്ട് എക്സിന്റെ IRR ഇതാണ്. പ്രൊജക്ട് വൈയുടെ IRR ഇതാണ്. ശരി, ആരുടെ IRR ആണ് കൂടുതൽ? ഇത് 15 15 കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി വീണ്ടും കുറെ മുന്നോട്ട്. ആരുടെ IRR ആണ് കൂടുതൽ? പറഞ്ഞേ. വൈഡ് അല്ലേ? സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്ന് ഓപ്ഷൻ എ വായിച്ചു നോക്കി. ഇത് ഗ്രാഫ് ഒന്നും നമുക്ക് വരയ്ക്കാൻ വരില്ല, പക്ഷെ ഗ്രാഫ് നോക്കി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വരും. അപ്പൊ എക്സ് ആക്സിൽ എന്താ, വൈ ആക്സിൽ എന്താ? എക്സ് ആക്സിൽ എടുത്ത NPV ആ, വൈ ആക്സിൽ ഡിസ്കൗണ്ടിങ് റേറ്റ് ആ. ഡിസ്കൗണ്ടിങ് റേറ്റ് കൂടുന്തോറും പ്രസന്റ് വാല്യൂ കുറഞ്ഞ് NPV കുറഞ്ഞുകൊണ്ടേയിരിക്കും. റൈറ്റ്, അതിലൂടെ കാണിച്ചത്. സോ പ്രൊജക്ട് വൈ ഹാസ് ഹയർ IRR than പ്രൊജക്ട് എക്സ്. എക്സിനേക്കാളും IRR കൂടുതലായിരിക്കും വൈയുടേത്. ക്ലിയർലി? അതല്ലേ ആൻസർ അല്ലേ? ഓക്കെ ആണോ പറഞ്ഞേ? ശരി, എന്നാൽ നമ്മുടെ ടൈമിന്റെ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി, സെക്ഷൻ സിയിൽ വന്നിട്ടുള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത് കിടക്കുന്നത് മക്കളെ എവിടെയാണ്? നമ്മുടെ CB പ്ലാറ്റ്ഫോമിലുള്ള ക്വസ്റ്റ്യൻ ആണ്. CB പ്ലാറ്റ്ഫോമില് ഇവിടെ ഒന്ന് സൂമിങ് ചെയ്യാൻ നോക്കൂ. ഇതാ സെപ്റ്റംബർ ഡിസംബർ 2023, അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് പബ്ലിഷ് ചെയ്ത, ഏറ്റവും ലേറ്റസ്റ്റ് പബ്ലിഷ് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ പല ആൾക്കാരും ചിലപ്പോൾ CB പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്ത് ഇവിടെ എത്തുന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ നിന്നും ഇത് ഓൾറെഡി സ്ക്രീൻ എടുത്ത് നിങ്ങൾ പ്രിന്റ് എടുത്ത് എന്താ PDF ഫയൽ തന്നിട്ടുണ്ട്. ഓക്കെ, എപ്പോഴും CB പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ പോകട്ടെ. ഞാൻ CB പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ്, എല്ലാവരും CB പ്ലാറ്റ്ഫോം എടുത്താൽ നല്ലത്. ക്വസ്റ്റ്യൻ ഇതാണ് ഫസ്റ്റ് വരുന്നത്. CB പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എപ്പോഴും ആദ്യം ഡയറക്റ്റ് തിയറി ഉണ്ടെങ്കിൽ അത് എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. ഡയറക്റ്റ് തിയറി ഉണ്ടെങ്കിൽ അത് എഴുതുന്ന നല്ലത്. ഇവിടെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. ഞാൻ ഒന്ന് സൂമിൻ ചെയ്യാം. ഡിസ്കസ് ചെയ്യണം ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. നമ്മള് റിസ്കിന്റെയും അൺസർട്ടനിറ്റിയുടെ ചാപ്റ്ററിൽ ഏറ്റവും തുടങ്ങുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ടല്ലേ? എന്റെ കുട്ടികൾ പറഞ്ഞേ, ഇതിന്റെ ഡിഫറൻസ് വെച്ചിട്ടല്ലേ നമ്മൾ പഠിച്ചു തുടങ്ങിയത്? റിസ്ക് എന്താ, അൺസർട്ടനിറ്റി എന്താന്നുള്ളത്. സോ റിസ്ക് ഇതൊരു ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. റിസ്ക്കും അൺസർട്ടനിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ ഒരു വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഞാൻ എഴുതുന്നത്. എക്സാമിന് ഇങ്ങനെ എഴുതരുത്, പാരഗ്രാഫ് ആയിട്ട് തന്നെ എഴുതണം. റിസ്കി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എടാ ഇതിന്റെ എല്ലാത്തിന്റെ ആൻസർ ഫയൽ അടക്കം ഞാൻ അയച്ചിരുന്നുണ്ട്. ടൈം എടുത്ത് റീഡ് ചെയ്തോ നിങ്ങൾ. റിസ്കി സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്താ ഒരു ഔട്ട്കം ആണോ, ഒന്നിലധികം ഔട്ട്കംസ് ഉണ്ടോ? ഇൻ ഫ്യൂച്ചർ വൺ ഔട്ട്കം ആണോ, 2 or more ഔട്ട്കംസ് ആണോ? Several possible outcomes. സോ ഫ്യൂച്ചറിൽ സെവറൽ പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്, ഔട്ട്കംസ് വരാൻ ചാൻസ് ഉണ്ട്. ഇതേ സാധനം തന്നെ ആർക്കും ഉണ്ട്, അൺസർട്ടനിറ്റിയിലുണ്ട്. ഇതേ ഐറ്റം തന്നെ അൺസർട്ടനിറ്റിയിലുണ്ട്. സോ റിസ്കിനെ പറ്റി എഴുതുന്നിടത്തും ഇതിങ്ങനെ എഴുതരുത്, ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്കഷന് വേണ്ടിയിട്ടാണ്. അൺസർട്ടനിറ്റിയിലും ഇതേ ഉണ്ട്, ഫ്യൂച്ചറിൽ സെവറൽ ഔട്ട്കംസ് ഉണ്ട്. പക്ഷേ നമുക്ക് ക്യാൻ അസൈൻ എന്ത് അസൈൻ ചെയ്യാൻ പറ്റും? ക്യാൻ അസൈൻ probabilities for each outcome. ഓരോ ഔട്ട്കത്തിനും നമുക്ക് പ്രോബബിലിറ്റീസ് അസൈൻ ചെയ്യാൻ പറ്റും റിസ്കി സിറ്റുവേഷനിൽ. സിൻസ് എന്തുള്ളത് കൊണ്ട് പറഞ്ഞേ, സിൻസ് വി ഹാവ് വീണല്ല ദ ഓർഗനൈസേഷന്റെ പേര് എഴുതാൻ നല്ലത്, മാർക്ക് കറക്റ്റ് കിട്ടാൻ. സിൻസ് ദി ഓർഗനൈസേഷൻ ഹാവ് വോട്ട് എന്തുള്ളത് കൊണ്ട്, എന്റെ മക്കള് പറഞ്ഞേ, ഓർഗനൈസേഷൻ ഹാവ് relevant past experience. ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസിഷനിൽ റെലവെന്റ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
എന്ത് ചെയ്യാൻ പറ്റും? പ്രോബബിലിറ്റീസ് അസൈൻ ചെയ്യാൻ പറ്റും. സോ that means risky situations are comparatively quantifiable ആണോ നോട്ട് quantifiable? കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് quantifiable ആണോ നോട്ട് quantifiable ആണോ? comparatively risky situations are comparatively quantifiable ആണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ്, ഇതെന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടേ ഇതിന്റെ ഓപ്പോസിറ്റ് ഏത് നല്ല പാരഗ്രാഫ് ആയിട്ട് തന്നെ എഴുതണേ. ഞാൻ ഇത് ജസ്റ്റ് ഡിസ്കഷന് വേണ്ടി പറയുന്നേ ഉള്ളൂ. can't assign probabilities for each outcome since the organization doesn't have relevant past experience. ഇത്ര എഴുതിയാൽ തന്നെ 2 മാർക്കിന്റെ അടുത്തായി. വേണം സിനാരിയോ വായിച്ച സിനാരിയോന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താൽ ഇതിലൊരു ചെറിയൊരു കാര്യമുണ്ട്. തൽക്കാലം നമ്മൾ അത് സ്കിപ്പ് ചെയ്യുന്നു. 100-ൽ 100 അടിക്കാന്നല്ലോ. നമുക്ക് സഫീഷ്യന്റ് ടൈമില് തന്ന ടൈമില് സഫീഷ്യന്റ് ആൻസർ കൊടുക്കാന്നാണ് നമ്മൾ ഒബ്ജക്റ്റീവ്. സോ റിസ്കി സിറ്റുവേഷൻ എഴുതി, അൺസർട്ടൻ സിറ്റുവേഷൻ എഴുതി. ഓക്കെ, റിസ്കി സിറ്റുവേഷനായി അൺസർട്ടനെ പറ്റിയത്. ഇനി വേണമെങ്കിൽ എപ്പോഴാണ് റിസ്ക് കൂടുക, അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അൺസർട്ടനിറ്റി പറയാൻ പറ്റും? അൺസർട്ടനിറ്റി ഇൻക്രീസസ് ആസ് എന്ത് കൂടുമ്പോ? അൺസർട്ടനിറ്റി ഇൻക്രീസസ്. ഓർമ്മയുള്ളവർ പറഞ്ഞേ, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഗുഡ്. ആ ഒരു ഡിസിഷന്റെ പീരീഡ് കൂടുക. അൺസർട്ടനിറ്റി ഇൻക്രീസസ് ആസ് പീരീഡ് ഇൻക്രീസസ്. ഏത് ഡിസിഷൻ ആണ് എടുക്കുന്നത് അതിന്റെ പീരീഡ് കൂടുന്തോറും. വാട്ട് അബൌട്ട് റിസ്ക് എപ്പോഴാണ് കൂടുക? റിസ്ക് ഇൻക്രീസസ് ആസ് വേരിയബിലിറ്റി. നമ്മുടെ ക്ലാസ് അടിപൊളിയായിട്ട് പഠിച്ച എല്ലാവർക്കും ഇത് സുഖമായിട്ട് എഴുതാൻ പറ്റും അല്ലെ? റിസ്ക് ഇൻക്രീസസ് ആസ് വേരിയബിലിറ്റി ഓഫ് റിട്ടേൺസ് അല്ലെങ്കിൽ ഔട്ട്കംസ് റിട്ടേൺസ് ഇൻക്രീസസ്. ഇത്ര എഴുതിയാൽ നമുക്ക് ഏകദേശം ഫുൾ കിട്ടും. സോ 3 മാർക്സ് അത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്തു. നല്ല പാരഗ്രാഫ് ആയിട്ട് തന്നെ എഴുതുക. ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിസ്ക്കും അൺസർട്ടനിറ്റി എന്ന രീതിയിൽ പാരഗ്രാഫ് ആയിട്ട് തന്നെ എഴുതുക. ഓക്കെ അല്ലേ? 3 മാർക്ക് ഞാൻ അറ്റൻഡ് ചെയ്തു. ഇത് ഞാൻ ആദ്യം എന്തുകൊണ്ട് എഴുതി? എനിക്ക് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റുന്ന ഡയറക്റ്റ് തിയറി ആണ്. ഡയറക്റ്റ് സിനാരിയോ പോലും വായിക്കാതെ ഡയറക്റ്റ്ലി എഴുതാൻ പറ്റുന്ന തിയറി ഉണ്ടെങ്കിൽ അത് ആദ്യം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, പറഞ്ഞു മക്കളെ. സമയം എന്താ? നമുക്ക് 10 മണി വരെ സമയമുള്ളൂ. കുറച്ചുകൂടി സമയം പെട്ടെന്ന് തീർക്കണം ഇത്. വേഗം പറഞ്ഞേ, ക്വിക്ലി മക്കളെ. ഓക്കെ, ഗുഡ്. സൂപ്പർ. ശരി, എന്നാൽ ലെറ്റ്സ് കണ്ടിന്യൂ. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ. കാൽക്കുലേറ്റ് NPV ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട് ആൻഡ് നോമിനൽ NPV ആൻഡ് കമന്റ് ഓൺ ഇറ്റ്സ് ഫൈനാൻഷ്യൽ ആക്സെപ്റ്റബിലിറ്റി. 5 മാർക്സ്. അടുത്തത് കാൽക്കുലേറ്റ് സെൻസിറ്റിവിറ്റിയാ. അതിന്റെ അടുത്തതും കാൽക്കുലേറ്റ് സെൻസിറ്റിവിറ്റിയാ. ഓക്കെ, ഇനിയുണ്ടോ സബ് ക്വസ്റ്റ്യൻ? ഇനി നെക്സ്റ്റ് അടിച്ചാൽ വീണ്ടും ഉണ്ട് ഒരു തിയറി ക്വസ്റ്റ്യൻ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി അനാലിസിസ് ആൻഡ് പ്രോബ്ലം അനാലിസിസ് ആസ് മെത്തേഡ്സ് ഓഫ് അസസിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. സോ സെൻസിറ്റിവിറ്റിയും പ്രോബബിലിറ്റി അനാലിസിസ്, അതായത് എക്സ്പെർട്ട് വാല്യൂ മെത്തേഡിനെയും കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് ആൻസർ പറയാൻ. സോ നമ്മുടെ ടൈമിന്റെ അവൈലബിലിറ്റി വെച്ച് ഞാൻ ഈ B1, B2, B3 നമുക്ക് ചെയ്യാം. ഈ C1നെ ഞാൻ ഓൾറെഡി എന്റെ അടുത്ത് ഞാൻ ഇതിന്റെ ആൻസേഴ്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. സോ രണ്ടും തമ്മിൽ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സെൻസിറ്റീവ് അനാലിസിസും എക്സ്പെക്ടഡ് വാല്യൂവും, അതായത് പ്രോബബിലിറ്റി അനാലിസിസ് തമ്മിൽ ഡിഫറൻസ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള തിയറിറ്റിക്കൽ ആൻസർ ഇവർ വളരെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇത്രയും നമുക്ക് എഴുതണമെന്നില്ല. ആ 6 നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കിനനുസരിച്ച് എഴുതണ്ടേ. സോ നമുക്കൊന്നും എന്ത് ചെയ്യാം, സിനാരിയോ വായിക്കാം. സിനാരിയോ വായിക്കാൻ CB പ്ലാറ്റ്ഫോമിനെക്കാട്ടി എനിക്ക് പ്രൊജക്ട് ചെയ്യാൻ ബെറ്റർ ക്വസ്റ്റ്യൻ PDF ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നു. ശരി. P company produces household electrical goods for its home country market and 4 markets in neighboring countries. So നമ്മുടെ രാജ്യത്തും പുറമെയുള്ള രാജ്യത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക് ഗുഡ്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. P is planning to make a പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ്, മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ന്യൂ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് in order to produce an upgraded model of its cooker. ഇപ്പോൾ ഉള്ള ഒരു കുക്കറിന്റെ ഒരു അപ്ഗ്രേഡഡ് മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോവുകയാണ്. P company, the finance director has assigned probabilities to a number of possible sales volume of this new model based on previous experience of launching upgrades. ഇത് ഏത് സിറ്റുവേഷൻ ആണ്?
പിയുടെ ഫിനാൻസ് ഡയറക്ടർ പ്രോബബിലിറ്റീസ് അസൈൻ ചെയ്തു ടു എ നമ്പർ ഓഫ് പോസിബിൾ സെയിൽസ് വോളിയം ന്യൂ മോഡൽ ബേസ്ഡ് ഓൺ അയാളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഓഫ് ലോഞ്ചിങ് പ്രൊഡക്റ്റ് അപ്ഗ്രേഡ്സ്. He calculated and expected values for sales for the 4-year time period. Always the investment will be assessed. 4 വർഷമാണ് ഇതിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവർ അസസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാ? ഇവർ അസസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാ? റിസ്കി സിറ്റുവേഷൻ ആണോ അൺസർട്ടൻ സിറ്റുവേഷൻ ആണോ? ഇവരുടെ സിറ്റുവേഷൻ they have past experience, then they able to assign probabilities. റിസ്കി സിറ്റുവേഷൻ അല്ലേ? സോ ക്വസ്റ്റ്യൻ എയിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുകൂടി അവിടെ റിസ്കിയുടെ പാർട്ട് എഴുതാം. ഫിനാൻസ് റിലേറ്റഡ് ആ ഇവാലുവേറ്റ് ചെയ്ത മെത്തേഡ് പോളർ ഓഫ് സിനാരിയോ ബേസ്ഡ് എഴുതാൻ ഒരു മാർക്ക് കൂടി കിട്ടില്ലേ? സോ ഇത് വായിക്കുമ്പോൾ മനസ്സിലായി എങ്കിൽ എനിക്ക് അവിടെ മാർക്ക് ഞാൻ എഴുതിയ കുറവാണെന്ന് തോന്നിയില്ല. അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, അതൊരു പെർഫെക്റ്റ് ആക്കാം. ഫോർ എക്സാമ്പിൾ റിസ്കി സിറ്റുവേഷൻസ് ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ പോളർ ഓഫ് കമ്പനിക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ പറഞ്ഞില്ലേ, അത് റിസ്കി സിറ്റുവേഷൻ ആണെന്ന് പറയാം. ഓക്കെ, ലൈഫ് 4 years ആണ് പ്രൊജക്ടിന്റെ പറഞ്ഞേ. ഓക്കെ, 4-year period ആണ്. ശരി. However, after a number of years of strong economic growth, the company's home country and its neighbors appear likely to enter a period of recession. Recession-ലോട്ട് പോവാണ്. Meaning that the consumers may less willing to spend money on new kitchen goods. So ഈ പുതിയ പ്രോജക്റ്റ് ചെയ്യാനുള്ള ഇനീഷ്യൽ കോസ്റ്റ് 39 million. ഫിനാൻസ് ഡയറക്ടർ അസ്യൂം ചെയ്യുന്നു റെസിജ്വൽ വാല്യൂ 0 ആണ് 4 years. വർക്കിംഗ് ക്യാപിറ്റൽ ഇഗ്നോർ ചെയ്യാം. വോളിയം തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ എവറി ഇയർ 200 ആണ്. ഇതിന് ഇൻഫ്ലേഷൻ ഒന്നുമില്ല, പക്ഷെ ഫിക്സ് കോസ്റ്റ് ഉണ്ട്. ഡെപ്രീസിയേഷൻ എടുത്തില്ല. 2.5 ആണ് ഡെപ്രീസിയേഷൻ ഇൻ ഇയർ 1. ഫിക്സ് കോസ്റ്റ് ഉണ്ട്, പക്ഷെ ഡെപ്രീസിയേഷൻ എടുത്തില്ല. ദേ വിൽ ഇൻക്രീസ് ബൈ റിൻഷ ചോദിക്കുന്നു സർ അൺസർട്ടനിറ്റി ക്വാണ്ടിഫയബിൾ ആണോന്ന്. തിയറിറ്റിക്കലി അത് ക്വാണ്ടിഫയബിൾ അല്ല, നമുക്ക് പക്ക മെഷർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഡിഫറെന്റ് പോസിബിൾ ഔട്ട്കംസ് ഉപയോഗിച്ച് നമുക്കൊരു വാല്യൂയിൽ എത്താൻ പറ്റും. ഓക്കെ, ശരി. ഇൻക്രിമെന്റൽ ഫിക്സ് കോസ്റ്റ് ഫസ്റ്റ് ഇയറിന് 2.5 million ആണ്. നോക്കണേ, ഇയർ 1 ആണ് കേട്ടോ തന്നത്. ഇയർ 1-ന്റെ ആണ്. ഇയർ 1-ന് 2.5 ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇയർ 2 ഓൺവേർഡ്സ് ഇത്ര വെച്ച് കൂടും. ടാക്സ് 25% 1 year അരിയർ ആണ്. ടാക്സബിൾ ഡെപ്രീസിയേഷൻ ഇല്ല. ആഹാ, അപ്പൊ കുറച്ച് എളുപ്പമില്ലേ? ടാക്സബിൾ ഡെപ്രീസിയേഷൻ ഇല്ല. ടാക്സബിൾ ഡെപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തുകൂടി എടുക്കണം? ഡെപ്രീസിയേഷൻ എടുക്കില്ല. പക്ഷെ ഡെപ്രീസിയേഷൻ ടാക്സ് അലോബിൾ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? ഡെപ്രീസിയേഷൻ ടാക്സ് അലോബിൾ ആണെങ്കിൽ സൂപ്പർ ടാക്സ് സേവിങ്സ് ഓർ ഡെപ്രീസിയേഷൻ എടുക്കണം. ഇവിടെ അതില്ല. നമ്മുടെ ബാക്ക് 11% ആണ്. ഇത്രയും ഡേറ്റ വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഐ മീൻ B1, B2, B3 ചെയ്യാൻ പറ്റും. സോ എല്ലാവരും എന്റെ കൂടെ ചെയ്യണേ മക്കളെ. നല്ല ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ CB പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യുക. എനിക്കിത് പ്രൊജക്ട് ചെയ്യാനിടാം. ഇത് ഇങ്ങനെ കാണിക്കാൻ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ CB പ്ലാറ്റ്ഫോമിലില്ല. ഞാൻ ചെയ്യുന്നത് Excel ആണ്. നിങ്ങൾക്ക് CB പ്ലാറ്റ്ഫോം ചെയ്യുന്നതാണ് ഉചിതം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കേട്ടോ. സോ ക്വസ്റ്റ്യന്റെ പേര് Excel ഞാൻ കൊടുക്കുന്നു. പോളർ ഓഫ് കമ്പനി തൽക്കാലം പോളോ എഴുതി. ടൈം നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്റെ കൂടെ ചെയ്യുന്നില്ലേ? റെഡി അല്ലേ? ഒന്ന് പറഞ്ഞേ, റെഡി അല്ലേ? നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത് ചെയ്ത് കാണിക്കുന്നതിൽ കാര്യമില്ല. റെഡി അല്ലേ? റെഡി. സോ B1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. B1 അത് നമ്മൾ പീരീഡ് എഴുതുന്നു. T0, T1, T2, T3, T4, 4 years. ടാക്സ് 1 year അരിയതാണ്. T5 എഴുതണം. ടാക്സ് 1 year അരിയതാണ്. T5 എഴുതണം. വോളിയം ഇൻ തൗസൻഡ്സ്, അല്ലെങ്കിൽ അവർ എത്ര തന്നു നോക്കട്ടെ. വോളിയം എങ്ങനെയാ തന്നെ? വലിയ വോളിയം ആണോ? അത്യാവശ്യം ഉണ്ട്. വോളിയം ഇൻ തൗസൻഡ്സ് എഴുതാം. വോളിയം ഇൻ തൗസൻഡ്സ്. കൂടെ ചെയ്യണടാ മക്കളെ, വെറുതെ ഇരിക്കല്ലേ. വെറുതെ സിനിമ കാണുന്ന പോലെ ഇരുന്നിട്ട് കാര്യമില്ല. വോളിയം ഇൻ തൗസൻഡ്സ് 60, 150, 140, 60, 150, 140, അയ്യോ 150, 140, 80,000. ഇത്രയാണ് വോളിയം. സാധാരണ നമ്മൾ എന്താ ചെയ്ത? ടോട്ടൽ സെയിൽസ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇവിടെ ഡയറക്ട്ലി ടോട്ടൽ കോൺട്രിബ്യൂഷൻ മതി. റിക്വയർമെന്റ് നോക്കട്ടെ. സെല്ലിംഗ് പ്രൈസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിൽസ് കൂടി വേണ്ടി വരും. കോൺട്രിബ്യൂഷൻ ആണ് ചോദിച്ചത്. ശരി. സോ ടോട്ടൽ കോൺട്രിബ്യൂഷൻ
contribution is equal to volume into contribution per unit. Total contribution is equal to volume into contribution per unit. Question contribution per unit തന്നിട്ടുണ്ട്, അത് മാറില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 200 ആണ്. Contribution per unit 200 ആണ്. അത് മാറുന്നില്ല, അതിന് ഇൻഫ്ലേഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. സോ ജസ്റ്റ് 200 മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇത് വെറും 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്, വലിയ 8 മാർക്കിന്റെ 10 മാർക്കിന്റെ NP ക്വസ്റ്റൻ അല്ല. സോ അതിന്റെ എന്താ ടൈം കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് മാർക്ക് കുറച്ചല്ലേ തരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താ നമുക്ക് ഇത്ര കുറച്ച് ചോദിച്ചുള്ളൂ, ഇതിന് ഇൻഫ്ലേഷൻ ഇല്ല. അടുത്തത് എന്താ കുറയ്ക്കേണ്ടത്? ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടി. അടുത്തത് എന്താ? വേരിയബിൾ സെയിൽസ് കഴിഞ്ഞ് വേരിയബിൾ കോസ്റ്റും കഴിഞ്ഞ്. നെക്സ്റ്റ് ശരിക്കും നമ്മൾ എന്താ കുറയ്ക്കോ? ഓർഡർ പ്രകാരം ടോട്ടൽ ഫിക്സ് കോസ്റ്റ് അല്ലേ? എക്സലന്റ് എക്സലന്റ്. സോ ടോട്ടൽ ഫിക്സ് കോസ്റ്റ് അത് 2.5 തൗസൻഡ്സിൽ എഴുതുമ്പോൾ 2500 ആണ്. ഇത് ശ്രദ്ധിച്ചേ, ഏതിലാ തന്നത്? കറന്റ് ടേംസ് ആണോ ഇയർ 1 ടേംസ് ആണോ? നമ്മൾ പഠിച്ചതാ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്. മേൽ ഫ്ലാഷ് കമ്പനി ഇയർ 1 ടേംസിൽ തന്നിട്ടുള്ളത്. മേൽ ഫ്ലാഷ് കമ്പനി നമ്മൾ ചെയ്തല്ലേ? പറഞ്ഞിടാ 2500 കറന്റ് ടേംസ് ആണോ ഇയർ 1 ടേംസ് ആണോ? ഇയർ 1 ടേംസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ ഇൻഫ്ലേറ്റ് ചെയ്യണ്ട, ഫസ്റ്റ് ഇയർ അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഫസ്റ്റ് ഇയറിൽ അതുപോലെ തന്നെ എഴുതിയാൽ മതി 2500. ഫസ്റ്റ് ഇയറിൽ അതുപോലെ തന്നെ 2500 എന്ന് എഴുതിയാ. ഓക്കെ. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ഇൻഫ്ലേഷൻ പെർ ഇയർ, ഇൻഫ്ലേഷൻ പെർ ഇയർ എല്ലാ വർഷവും വേറെ വേറെ വരുന്നത്. സോ പ്രീവിയസ് ഇയറോട് ലിങ്ക് ചെയ്തേ, പ്രീവിയസ് ഇയറോട് ലിങ്ക് ചെയ്യണം. ഇൻടു 1.06 പവർ കൊടുക്കണ്ട, പ്രീവിയസ് ഇയറിലോട്ട് ലിങ്ക് ചെയ്താൽ പവർ കൊടുക്കണ്ട. റൈറ്റ്. ഇത് വേറൊരു വഴിക്ക് ചെയ്യുക. വീണ്ടും 2500 എഴുതിയിട്ട് ഇൻടു 1.06 പവർ ഓഫ് 1 കൊടുത്താലും സെയിം ആ. ഇത് എനിക്ക് എഴുതി കാണിക്കും, ഒരു ആവശ്യമുണ്ട്. തേർഡ് ഇയർ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, സെക്കൻഡ് ഇയറിലോട്ട് ലിങ്ക് ചെയ്തിട്ട്. കാരണം എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ടാ? എവറി ഇയർ എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്? എല്ലാ ഇയറും സെയിം ഇൻഫ്ലേഷൻ ആകാൻ പ്രശ്നമില്ലായിരുന്നു. ഇവിടെ എവറി ഇയർ എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്? പറഞ്ഞേ, എവറി ഇയർ എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ടടാ? പറഞ്ഞേ മക്കളെ. ഇൻഫ്ലേഷൻ റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലേഷൻ റേറ്റ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ഒരു തവണ ലിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതിയായിരുന്നു? എവറി ഇയർ 6% വെച്ച് കൂടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ എവറി ഇയർ ഇൻഫ്ലേഷൻ മാറുന്നുണ്ട്, എവറി ഇയർ മാറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. 2650 ഇൻടു ഇപ്പൊ നമ്മൾ 6 എടുത്തു കഴിഞ്ഞു. ഈ 1.04 തേർഡ് ഇയറിലോട്ട് 1.04. ഇത് പവർ ഇട്ടൊക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 2500 ഇൻടു ആദ്യം 1.06 ഇൻഫ്ലേറ്റ് ചെയ്തു, പവർ ഓഫ് 1. ഇതിന് പുറമെ വീണ്ടും 1.04 ഉണ്ട്, മൾട്ടിപ്ലൈ ബൈ 1.04 പവർ ഓഫ് 1. ഇങ്ങനെ ചെയ്തിട്ടാണ് ആക്ച്വലി 2756 കിട്ടിയത്. അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ 2 തവണ ഇൻഫ്ലേറ്റ് ചെയ്യിക്കാതെ എന്ത് ചെയ്താൽ മതി? പ്രീവിയസ് ഇയറിനോട് ലിങ്ക് ചെയ്താൽ പവർ കൊടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. സോ തേർഡ് ഇയറിന്റെ ഫോർത്ത് ഇയറിന്റെ തേർഡ് ഇയറിലോട്ട് ലിങ്ക് ചെയ്യുക. ഇൻടു 1.03 അല്ലേ? അത് ടിക്കറ്റ് ഇവിടെ കാണുന്നില്ല. 3 ഇൻടു 1.03. ശരി, ഇതൊക്കെയാണ് നമ്മുടെ ടോട്ടൽ ഫിക്സ് കോസ്റ്റ് വരുന്നത്. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ്, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് ഇതിന്റെ സം എടുക്കുന്നു. എടാ എവിടെ 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 ഓക്കെ ആണോ? പറഞ്ഞേ. സം എടുത്ത് അപ്പം ബോൾഡ് ചെയ്തൊക്കെ ഇത്ര കാര്യം ഓക്കെ ആണോ? ഇത്ര വരെ ചെയ്ത് ഡൺ എന്ന് കമന്റ് ചെയ്ത് ഐ വെയിറ്റ്. നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ സമയം തരുന്നു. ഇത്രയും ചെയ്തിട്ട് ഡൺ എന്ന് കമന്റ് ചെയ്തേ. എന്റെ കൂടെ ചെയ്യണേ. ക്വിക്ലി ക്വിക്ലി നമ്മൾ ചെയ്ത് പഠിക്കുമല്ലേ? ഡൺ. ഗുഡ് ഗുഡ് ഗുഡ്. ഡൺ കമന്റ് ചെയ്ത് എല്ലാവരും ഇത്രയും ചെയ്തിട്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റനാ, നല്ല ക്വസ്റ്റനാ. ശരി, സാധാരണ നമ്മുടെ ഫോർമാറ്റില്, നോർമലി നമ്മുടെ ഫോർമാറ്റില് എന്താ വരാറ് മക്കളെ? ഇതിന്റെ പുറമെ നമുക്ക് എന്താ വരാറ്? ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് എത്രയാണോ അത്. എത്രയാണ് ഈ ക്വസ്റ്റിലെ ടാക്സ്? 25% ആണ് 1 ഇയർ ഏരിയയില്. ടാക്സ് 25% ഓൺ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയും വരും. അതിനുശേഷം ടാക്സ് സേവിങ്സ് ഓൺ ഏതുകൂടി വരാറുണ്ട്? ടാക്സ് സേവിങ്സ് ഓൺ ഏതുകൂടി വരാറുണ്ട്? ടാക്സ് സേവിങ്സ് ഓൺ ഡെപ്രീസിയേഷൻ വരാറുണ്ട്. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ ഈ ടാക്സ് സേവിങ്സ് ഓൺ ഡെപ്രീസിയേഷൻ 0 ആണ്. എന്തുകൊണ്ടാണ്? ഇത് 1 ഇയർ ഏരിയ ആണെങ്കിൽ ശരിക്കും ഇവിടെയാണ് വരും 1 ഇയർ കഴിഞ്ഞിട്ട്. എന്തുകൊണ്ടാണ്? ഈ ഡെപ്രീസിയേഷൻ ടാക്സ് റൂൾസിൽ എന്തല്ല, അലോബിൾ എക്സ്പെൻസ് അല്ല. ടാക്സ് റൂൾസ് പ്രകാരം അലോബിൾ എക്സ്പെൻസ് ആണെങ്കിൽ മാത്രമല്ലേ ടാക്സ് സേവിങ്സ് കിട്ടുള്ളൂ. ഓക്കെ ആണോ?
ടാക്സ് അലവബിൾ എക്സ്പെൻസ് അല്ല. ടാക്സ് അലവബിൾ എക്സ്പെൻസ് ആവുമ്പോഴേ അതിന്റെ മുകളിൽ ടാക്സ് സേവിങ്സ് ഉള്ളൂ. ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞിട്ട് ഒന്ന് വായിച്ചു നോക്കി. നോ ടാക്സ് അലവബിൾ ഡെപ്രീസിയേഷൻ വിൽ ബി അവൈലബിൾ. ടാക്സ് അലവബിൾ ഡെപ്രീസിയേഷൻ കിട്ടില്ല. ടാക്സ് റൂൾസ് പ്രകാരം അതൊരു എക്സ്പെൻസ് ആയിട്ട് അലവബിൾ എക്സ്പെൻസ് ആയാൽ മാത്രമേ പ്രോഫിറ്റിൽ നമുക്ക് കുറഞ്ഞ ടാക്സ് സേവിങ്സ് കിട്ടത്തുള്ളൂ. ഇസ് ഇറ്റ് ഓക്കെ? പറഞ്ഞേ. സാധാരണ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ടാക്സ് അലവബിൾ ആണെന്ന് ഞങ്ങൾ അസ്യൂം ചെയ്യാം. ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞ് ടാക്സ് അലവബിൾ അല്ല, അപ്പൊ നമ്മളത് എടുക്കണ്ട. ഓക്കെ അല്ലേ? ഗുഡ്. പക്ഷേ നമുക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയുടെ മുകളിൽ ടാക്സ് ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. അത് തന്നെ T1 ടാക്സ് 1 ഇയർ അരിയത് ആയതുകൊണ്ട് T2 അവരോ ഈക്വൽ ടു -9500 25%. 9500 25% ആണ് നമുക്ക് എന്ത് വരുന്നത്? ടാക്സ് 1 ഇയർ അരിയറിൽ. സോ T1 T2 ചെയ്യുന്നു, ബാക്കി കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. സോ നെഗറ്റീവ് ഈക്വൽ ടു നെഗറ്റീവ് T1 T2 ലിങ്ക് ചെയ്തു, 25% കൊടുക്കുന്നു, ബാക്കി കോപ്പി പേസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ടാക്സ് സേവിങ്സ് കിട്ടി. ഇനി ഫോർമാറ്റ് പ്രകാരം നമുക്ക് എഴുതി വെക്കാം. വലിയ ക്വസ്റ്റ്യൻ ഇതിൽ ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർമാറ്റ് പ്രകാരം വാട്ട് ഇസ് നെക്സ്റ്റ്? ടാക്സ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്താണ് ചെയ്യാറ്? വാട്ട് ഇസ് നെക്സ്റ്റ്? നമ്മൾ പഠിച്ചതല്ലേ മക്കളെ? എന്റെ കുട്ടികൾ പറഞ്ഞേ. വാട്ട് ഇസ് നെക്സ്റ്റ്? വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ശരിക്കും വേറൊരു വർക്കിംഗ് നോട്ടിൽ ആദ്യം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് കണ്ടുപിടിക്കണം. എന്നാലും ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ക്യാഷ് ഫ്ലോ കിട്ടത്തുള്ളൂ. വർക്കിംഗ് ക്യാപിറ്റൽ ക്യാഷ് ഫ്ലോ ഇവിടെ 0 ആണ് ഈ ക്വസ്റ്റ്യനിൽ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി എന്തേ ചെയ്യാനുള്ളൂ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സ്ക്രാപ്പ് വാല്യൂ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരുന്നു? തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് 39 million. സോ തൗസൻഡ്സിൽ 39,000. സ്ക്രാപ്പ് വാല്യൂ 4th ഇയറിൽ 0. സ്ക്രാപ്പ് വാല്യൂ ഇല്ല എന്ന് അസ്യൂം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ കിട്ടി. നെറ്റ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്. Net cash flow after tax. ഇതിൽ നമ്മുടെ വാക്ക് കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുക. എത്രയാണ് നമ്മുടെ വാക്ക് തന്നിട്ടുണ്ട്? ആഫ്റ്റർ ടാക്സ് വാക്ക് 11% ആണ് നമ്മുടെ ഡിസ്കൗണ്ടിങ് റേറ്റ്. 11% തന്നിട്ടുണ്ട്. 0.11. സോ NPV ഫോർമുല ഉണ്ട്. ഇതിവിടെ പഠിപ്പിക്കാനുള്ള സമയമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈക്വൽ ടു T0 പ്ലസ് NPV ബ്രാക്കറ്റ് ഓപ്പൺ റേറ്റ് കോമ ക്യാഷ് ഫ്ലോസ് ഫ്രം T1 to T last. നമുക്ക് സ്പ്രെഡ്ഷീറ്റിൽ ഇത് അവൈലബിൾ ആണ്. CB പ്ലാറ്റ്ഫോമിൽ ഈ ഫോർമുല തന്നെ കൊടുക്കുക. 5847. റിക്വയർമെന്റ് എന്തായിരുന്നു? കാൽക്കുലേറ്റ് ആണോ കമന്റ് ഉണ്ടോ നോക്കുക. കാൽക്കുലേറ്റ് ഉണ്ട് ആൻഡ് കമന്റ് ഓൺ ഇറ്റ്സ് ഫിനാൻഷ്യൽ ആക്സെപ്റ്റബിലിറ്റി ഉണ്ട്. സോ കമന്റ്, നോർമൽ കമന്റ്. സിൻസ് NPV പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് ഫിനാൻഷ്യലി ആക്സെപ്റ്റബിൾ ആണ്. ചെറിയൊരു കമന്റ്. ചെയ്തിട്ട് ഡൺ പറഞ്ഞ ഐ എം വെയിറ്റിംഗ്. ചെയ്തിട്ട് ഡൺ പറഞ്ഞ ഐ എം വെയിറ്റിംഗ്. B1 ഇവിടെ കംപ്ലീറ്റ് ആക്കി. സി ഇവിടെ കുറെ ഡേറ്റ, ഇതൊന്നും എഴുതേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടോ. ഈ ലൈൻ ഒന്നും എഴുതേണ്ട എക്സാംസിന്. ഞാൻ നിങ്ങളെ ആ ഒരു ഫോർമാറ്റ് ഫുൾ ഒന്ന് റിവൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യിച്ചതേ ഉള്ളൂ. നെക്സ്റ്റ് B2 എന്തോ ക്വസ്റ്റ്യൻ. B1 ഇപ്പൊ ചെയ്ത്. B2 calculate the sensitivity of the project's NPV to change in level of contribution. Contribution മാറുന്നതിനനുസരിച്ച് എത്രത്തോളം ഈ NPV കോൺട്രിബ്യൂഷൻ മാറുന്നതിനോട് സെൻസിറ്റീവ് ആണെന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സെൻസിറ്റിവിറ്റി ഓഫ് NPV ടുവേർഡ്സ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ. ഇത് ആക്ച്വലി കോൺട്രിബ്യൂഷൻ അല്ല നമ്മളോട് കൂടുതൽ ചോദിക്കാറ്. നമ്മൾ തെറ്റിക്കണമെങ്കിൽ എന്ത് ചോദിക്കാം? സെല്ലിംഗ് പ്രൈസ് അല്ല, കോൺട്രിബ്യൂഷൻ ബേസിസിൽ ഏതായിരുന്നു? എന്ത് ചോദിക്കാം? കോൺട്രിബ്യൂഷനോടുള്ള NPVയുടെ സെൻസിറ്റിവിറ്റി എന്ത് ചോദിക്കാം? പറഞ്ഞേ ശ്രീലക്ഷ്മി. എല്ലാവരും കുറെ പേര് പറഞ്ഞു, കുറെ പേര് മിസ്സായി പോയി ഇങ്ങനെ പെട്ടെന്ന്. എന്താണ്? വോളിയം, സെയിൽസ് വോളിയം. സെയിൽസ് വോളിയം നമ്മുടെ എന്താ? സെയിൽസ് വോളിയത്തിന്റെ ബേസിസിലാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ. സെയിൽസ് വോളിയത്തിന്റെ ബേസിലാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യുക? NPVയുടെ സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത് സെയിൽസ് വോളിയം ചോദിച്ചാൽ ചെയ്യേണ്ടത്. ഇവിടെ അത് കറക്റ്റ്ലി പറഞ്ഞു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടാക്സ് ഉണ്ടടാ. എടാ കോൺട്രിബ്യൂഷൻ കൂടിയാൽ അതൊരു ഇൻകം അല്ലേ? കോൺട്രിബ്യൂഷൻ കൂടിയാൽ അതിനനുസരിച്ച് എന്ത് കൂടുതൽ അടയ്ക്കണം? കോൺട്രിബ്യൂഷൻ കൂടിയാൽ അതിനനുസരിച്ച് എന്ത് കൂടുതൽ അടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. കോൺട്രിബ്യൂഷൻ കുറഞ്ഞാൽ അതിനനുസരിച്ച് ടാക്സ് സേവ് ആവും. സോ ടാക്സിന്റെ ഇഫക്റ്റ് ഉണ്ട്. സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സ് കോസ്റ്റ്, ഈ മൂന്നിനത്തിനും, സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സ് കോസ്റ്റ്, ഈ മൂന്നിനത്തിനും ഇത് കൂടുകയോ കുറയുകയോ ചെയ്താൽ സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്താൽ NPVയിൽ എത്രത്തോളം ഇഫക്ട് വരുന്നല്ലേ? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ NPV
ഡ്യൂ ടു ചേഞ്ച് ഇൻ എനി എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സ്, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് ഏതെങ്കിലും ഫിഗർ മാറുമ്പോൾ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചുള്ള NPV എത്രത്തോളം മാറ്റം വരും എന്നുള്ളതാണ് സെൻസിറ്റീവ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഇൻകം എക്സ്പെൻസ് മാറുമ്പോൾ അതിന്റെ ടാക്സ് ഇഫക്ട് കൂടി വരും. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്യിച്ചിട്ടില്ലേ? പറഞ്ഞേ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്റെ ഓർമ്മയുള്ള ക്വസ്റ്റിന്റെ പേരെങ്കിലും പറഞ്ഞേ. എത്ര പേർക്ക് അത്രയും പെർഫെക്റ്റ് നോളജ് ഉണ്ടെന്ന് പറയട്ടെ, നമ്മൾ ക്ലാസ്സിൽ അടിപൊളിയായിട്ട് ചെയ്തത് ഓർക്കുന്നുണ്ടോ? ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സെൻസിറ്റിവിറ്റി ഓഫ് സെല്ലിംഗ് പ്രൈസും ഫിക്സ് കോസ്റ്റ് ഒക്കെ സെപ്പറേറ്റ്ലി ഇട്ട് ചെയ്തത്, സെക്ഷൻ C ക്വസ്റ്റ്യൻ ഓർക്കുന്നുണ്ടോ? വാർഡൻ കമ്പനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാപ്ലാൻ കിറ്റിലുണ്ട്. സെൻസിറ്റിവിറ്റി അനാലിസിസിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ വാർഡൻ കമ്പനി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്താൽ മതി. വാർഡൻ കമ്പനി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കേട്ടോ. സോ ഇതെങ്ങനെ ചെയ്ത് നോക്ക്. ഇപ്പൊ എനിക്ക് എന്ത് വേണം അറിയോ? അടുത്ത B2 സെൻസിറ്റിവിറ്റി ഓഫ് ആരുടെ പറഞ്ഞേ, നമ്മൾ ആദ്യം B2 ഏതാ ചെയ്യുന്നത്? സെൻസിറ്റിവിറ്റി ഓഫ് എന്താ ചെയ്യുന്നത്? ആരുടെ സെൻസിറ്റിവിറ്റി ആണോ? സെൻസിറ്റിവിറ്റി ഓഫ് കമന്റിൽ പറഞ്ഞേ. സെൻസിറ്റിവിറ്റി ഓഫ് കോൺട്രിബ്യൂഷൻ അല്ല, റോങ്. ഞാൻ വീണ്ടും പറയുന്നു, സെൻസിറ്റിവിറ്റി ഓഫ് NPV ആണ്. എപ്പോഴും സെൻസിറ്റിവിറ്റി ഓഫ് NPV ആണ്. NPV എത്രത്തോളം ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ടുവേർഡ്സ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ. നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് സെൻസിറ്റിവിറ്റി ഓഫ് NPV ടുവേർഡ്സ് ചേഞ്ച് ഇൻ സെല്ലിംഗ് പ്രൈസ്, ടുവേർഡ്സ് ചേഞ്ച് ഇൻ വേരിയബിൾ കോസ്റ്റ്, ടുവേർഡ്സ് ചേഞ്ച് ഇൻ ഫിക്സ് കോസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ പറയുക. സോ സെൻസിറ്റിവിറ്റി ഓഫ് NPV ടുവേർഡ്സ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ മാറിയാൽ NPV എത്രത്തോളം ചേഞ്ചസ് വരും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി എനിക്ക് എന്തറിയണം? പ്രസന്റ് വാല്യൂ ഓഫ് കോൺട്രിബ്യൂഷൻ, നെറ്റ് ഓഫ് ടാക്സ് അറിയണം. നെറ്റ് ഓഫ് ടാക്സ്, പ്രസന്റ് വാല്യൂ ഓഫ് കോൺട്രിബ്യൂഷൻ, നെറ്റ് ഓഫ് ടാക്സ് എനിക്ക് അറിയണം. ഇത് കിട്ടണമെങ്കിൽ ആദ്യം നമ്മുടെ ഈ കോൺട്രിബ്യൂഷൻ തന്നെ ഇങ്ങോട്ട് എഴുതുക. ഇതേ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇങ്ങോട്ട് എഴുതുക. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇതിങ്ങോട്ട് ലിങ്ക് ചെയ്താൽ മതി. പിന്നെ ഒരെണ്ണം ലിങ്ക് ചെയ്ത് ബാക്കി കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. എല്ലാം ലിങ്ക് ചെയ്യാൻ നിൽക്കണ്ട. ഇതൊക്കെ ഏതാ പീരീഡ് എന്ന് വേണമെങ്കിലും എഴുതാം. ദിസ് ഇസ് T1, നിർബന്ധമില്ല. T2, T3, T4, T5. ഈ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഇൻകത്തിന്റെ മുകളിൽ നമ്മൾ ഇത്രയും കോൺട്രിബ്യൂഷൻ മാത്രം, നമ്മൾ വേറെ ഒന്നും എടുക്കുന്നില്ല, കോൺട്രിബ്യൂഷൻ മാത്രം. ഇത്രയും ഇൻകത്തിന്റെ മുകളിൽ എത്ര പെർസെന്റ് ടാക്സ് അടയ്ക്കുന്നുണ്ടാവും? ഇത്രയും ഇൻകം കൂടുകയോ കുറയുകയോ ചെയ്താൽ ഇത്രയും ഇൻകത്തിന്റെ മുകളിൽ എത്ര പെർസെന്റ് ടാക്സ് അടയ്ക്കണം? പറഞ്ഞേ, എത്ര പെർസെന്റേജ്? 25%. സോ ടാക്സ് at the rate of 25% on contribution. കോൺട്രിബ്യൂഷന്റെ മുകളിൽ 25% ടാക്സ്. അത് തന്നെ ടാക്സ് ഇവിടെ സെയിം ഇയർ ആണോ 1 year arrear ആണോ? ടാക്സ് സെയിം ഇയർ ആണോ 1 year arrear ആണോ? ടാക്സ് സെയിം ഇയർ ആണോ 1 year arrear ആണോ? 1 year arrear. സോ ഇതിനോട് ഈക്വൽ ടു നെഗറ്റീവ് T1ന്റെ കോൺട്രിബ്യൂഷന്റെ ടാക്സ് T2ലാണ് ഇഫക്റ്റ് വരിക ഇൻടു 25%. ഇതൊരു തവണ ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇതൊക്കെ നെറ്റ് എടുത്താൽ കറക്റ്റ് ടൈമിങ്ങിൽ കോൺട്രിബ്യൂഷനും അതിന്റെ ടാക്സ് കൂടി കുറച്ചിട്ടുള്ള നെറ്റ് ക്യാഷ് ഫ്ലോസ് കിട്ടും. ഇത് പ്രസന്റ് വാല്യൂ ആയിട്ടില്ല. കോൺട്രിബ്യൂഷൻ നെറ്റ് ഓഫ് ടാക്സ് ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ വാക്കിൽ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. വാക്ക് 0.11 ആണ്. പ്രസന്റ് വാല്യൂ ഓഫ് കോൺട്രിബ്യൂഷൻ നെറ്റ് ഓഫ് ടാക്സ്. NPV ഫോർമുല ഇട്ട് കൊടുത്താൽ മതി. പ്രസന്റ് വാല്യൂ ഓരോന്നിനും ഡിസ്കൗണ്ട് റേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാതെ ഈക്വൽ ടു NPV ബ്രാക്കറ്റ് ഓപ്പൺ റേറ്റ് കോമ ക്യാഷ് ഫ്ലോസ് ഫ്രം T1 to T ലാസ്റ്റ്. ഇത് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രസന്റ് വാല്യൂ ഓഫ് കോൺട്രിബ്യൂഷൻ നെറ്റ് ഓഫ് ടാക്സ് കിട്ടി. അങ്ങനെയെങ്കിൽ ഇനി സിമ്പിൾ ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? NPVയുടെ സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും ടുവേർഡ്സ് കോൺട്രിബ്യൂഷൻ. എക്സ്ക്യൂസ് മീ, എന്തായിരുന്നു ഫോർമുല വരിക? പറഞ്ഞേ. സെൻസിറ്റിവിറ്റിയുടെ ഓൾമോസ്റ്റ് എല്ലാത്തിലെയും ഫോർമുല ഒരേപോലെയാണ്. അത് സെല്ലിംഗ് പ്രൈസിനോട് ചോദിച്ചാൽ NPV, ഞാൻ ഇവിടെ എഴുതാവേ, നോക്ക് ഇവിടെ ഏതാ സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. NPVയുടെ സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് സെല്ലിംഗ് പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക? NPV എന്നുള്ളത് അങ്ങനെ തന്നെ കോൺസ്റ്റന്റ് ആയിരിക്കും. NPV ഇത് അങ്ങനെ തന്നെ നിൽക്കും. ഡിവൈഡഡ് ബൈ
present value of total sales net of tax എടുക്കുന്നു. ഇതായിരിക്കും NPV യുടെ സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് ആരോട് പറഞ്ഞേ, ഇതായിരിക്കും ഫോർമുല into 100% മാറ്റാൻ ടുവേർഡ്സ് ഏതിനോട്, പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ സെയിൽസ് നെറ്റ് ഓഫ് ടാക്സ്, ഏതിനോടുള്ള NPV യുടെ സെൻസിറ്റിവിറ്റി, സെയിൽസ് പ്രൈസ്, ഗുഡ്സ് സഫാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരില്ലേ അല്ലെ. NPV ഡിവൈഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ സെയിൽസ് നെറ്റ് ഓഫ് ടാക്സ് എടുത്താൽ സെൻസിറ്റിവിറ്റി ഓഫ് NPV ടുവേർഡ്സ് സെല്ലിംഗ് പ്രൈസ് അല്ലേ വരുക, ടുവേർഡ്സ് സെല്ലിംഗ് പ്രൈസ് അല്ലേ. യെസ് അതേപോലെ ഈ ടോട്ടൽ സെയിൽസിന് പകരം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നെറ്റ് ഓഫ് ടാക്സ് എടുത്താലോ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നെറ്റ് ഓഫ് ടാക്സ് എടുത്താൽ സെൻസിറ്റിവിറ്റി ഓഫ് NPV ടുവേർഡ്സ് വേരിയബിൾ കോസ്റ്റ് ആയി. അതേപോലെ ഈ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പകരം ടോട്ടൽ ഫിക്സ് കോസ്റ്റ് എടുത്താൽ സെൻസിറ്റിവിറ്റി ഓഫ് NPV ടുവേർഡ്സ് ഫിക്സ് കോസ്റ്റ് ആയി. അതിന് പകരം പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ നെറ്റ് ഓഫ് ടാക്സ് എടുത്താൽ സെയിൽസ് വോളിയത്തോട്, കോൺട്രിബ്യൂഷൻ അഥവാ സെയിൽസ് വോളിയത്തോടുള്ള സെൻസിറ്റിവിറ്റി. സോ അപ്പൊ നമ്മൾ ഇതാ ചെയ്യേണ്ടത്. സോ പെർസെന്റേജിലോട്ട് മാറ്റണം. മിക്കവാറും ഇത് NPV ഉള്ളതുകൊണ്ട് ഇസ് ഈക്വൽ ടു ഇവിടെ NPV മുകളിൽ കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് കോൺട്രിബ്യൂഷൻ, NPV ഡിവൈഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ നെറ്റ് ഓഫ് ടാക്സ്. സോ 0.11 വരും. അതിന് വേണമെങ്കിൽ പെർസെന്റേജിലാക്കാൻ ഇവിടെ ഹോമിൽ വന്നിട്ട് ഈ പെർസെന്റേജ് 2 ഡെസിമൽസിലോട്ടാക്കാൻ പറയാം 11.41%. ഇതിന്റെ മീനിങ് ഇപ്പോൾ ഉള്ള വോളിയം അത് അതിന്റെ 11.41%, ഇപ്പോൾ ഉള്ള വോളിയം അതിന്റെ 11.41% കുറഞ്ഞാൽ NPV 0 വീഴും. സോ നമുക്ക് 11.41 വരെയുള്ള വോളിയം കുറയുന്നത്, കോൺട്രിബ്യൂഷൻ കുറയുന്നത് നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്. അതിനായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് NPV നെഗറ്റീവിലോട്ട് പോകും. സോ ഇതൊരു ക്രിട്ടിക്കൽ ഫാക്ടർ ആയിട്ട് നമ്മൾ ഇതിനെ പിടിച്ചു വെക്കണം. ഓക്കെ, ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്യാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സെൻസിറ്റീവ് അനാലിസിസ് ഇടയ്ക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എക്സാമിനർ കൊണ്ടിടും, അപ്പൊ അവിടെ സ്റ്റക്ക് ആവും. ഓക്കെ, ചെയ്യാത്തവർക്ക് വീണ്ടും ഓർപ്പെടുത്തുന്നു. വാർഡൻ കമ്പനി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ കാപ്ലാൻ കിറ്റില്. നല്ല ക്വസ്റ്റ്യൻ ആണ്, സെൻസിറ്റിവിറ്റി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. സോ മീറ്റിംഗ് ചെയ്ത് ഡൺ പറഞ്ഞേ എല്ലാവരും. എല്ലാവരും ചെയ്തിട്ട് പറഞ്ഞ ഞാൻ വെയിറ്റിംഗ്. P3 എടാ B2 കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. കാൽക്കുലേറ്റ് സെൻസിറ്റിവിറ്റി ഓഫ് NPV ടു ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ 3 മാർക്ക്. അടുത്തത് കാൽക്കുലേറ്റ് സെൻസിറ്റിവിറ്റി ഓഫ് ദ പ്രോജക്ട്സ് NPV ടു ചേഞ്ച് ഇൻ ഡിസ്കൗണ്ടിംഗ് റേറ്റ്. സോ ഡിസ്കൗണ്ടിംഗ് റേറ്റ് ഓക്കെ, ഇതിനെ എഴുതുന്നു. സോ സെൻസിറ്റിവിറ്റി ഓഫ് NPV ടുവേർഡ്സ് ചേഞ്ച് ഇൻ ഡിസ്കൗണ്ടിംഗ് റേറ്റ്, അതായത് വാക്ക് ഡിസ്കൗണ്ടിംഗ് റേറ്റിനോടുള്ള NPV സെൻസിറ്റിവിറ്റി. ഇത് ചോദിച്ചാൽ ആരുമായിട്ട് കമ്പയർ ചെയ്യണം? വാക്കിനെ ആരുമായിട്ട് കമ്പയർ ചെയ്യണം? പറയൂ. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്, പറഞ്ഞോ. ഗുഡ്. സഫ്വാൻ ചാൾസ് ടപ്പട്ടപ്പേ എന്ന് പറഞ്ഞു, അതാണ് അടിപൊളി. എന്നെ ആലോചിച്ച എക്സാമിന് ആലോചിക്കേണ്ട സമയം ഉണ്ടാവില്ല. നമ്മൾ എല്ലാ ഡാറ്റ വായിച്ച് സ്ട്രെങ്തൻ ചെയ്തിരിക്കണം. ചോദിച്ചാൽ അപ്പൊ നമ്മുടെ മൈൻഡിൽ നമ്മളോട് തന്നെ ചോദിച്ചു അപ്പൊ കിട്ടുന്ന രീതിയിലായിരിക്കണം. ശരി, IRR-ഉമായിട്ട്. സോ ഫോർമുല ഇതാണ് വരിക. ഡിസ്കൗണ്ടിങ് റേറ്റിന് മാത്രം വേറെ ഫോർമുലയാണ്, ബാക്കി എല്ലാത്തിന്റെ ഇതേ ഫോർമുല. ഇപ്പൊ നമ്മൾ എഴുതിയ പോലെയുള്ള ഫോർമുല ആയിരുന്നു. ഡിസ്കൗണ്ടിങ് റേറ്റിന്റെ വന്നു കഴിഞ്ഞാൽ ഫോർമുല വരുന്നത് IRR-ലാണ് NPV 0 ആവുക. സോ IRR വരെ നമ്മുടെ വാക്ക് കൂടാം. IRR മൈനസ് വാക്ക് ഡിവൈഡഡ് ബൈ വാക്ക്. ഇത് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ സെൻസിറ്റിവിറ്റി പെർസെന്റേജ്. സോ എനിക്ക് IRR അറിയണം. IRR കണ്ടുപിടിക്കാൻ നമുക്ക് എക്സലിൽ ഫോർമുല ഉണ്ട്, വളരെ സിമ്പിൾ അല്ലേ? സോ നമ്മൾ മുകളിൽ ചെയ്ത ഈ പ്രോജക്റ്റിന്റെ ക്യാഷ് ഫ്ലോസ് ഇല്ലേ, അതിൽ ഈ നെറ്റ് ക്യാഷ് ഫ്ലോസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ നെറ്റ് ക്യാഷ് ഫ്ലോസ് ഉപയോഗിച്ച് നമ്മൾ IRR കണ്ടുപിടിക്കേണ്ടത്. സോ ഈക്വൽ ടു IRR ബ്രാക്കറ്റ് ഓപ്പൺ ക്യാഷ് ഫ്ലോസ് ഫ്രം T0 ടു T ലാസ്റ്റ്. അത് നെറ്റ് ക്യാഷ് ഫ്ലോ എടുക്കുക കേട്ടോ, എല്ലാം ചെയ്തുള്ള അവസാനത്തെ ക്യാഷ് ഫ്ലോ. ഇതാണ് IRR. സോ IRR 18%. 18%. ഓക്കെ, 18%. എത്ര നമ്മുടെ വാക്ക് ഡിസ്കൗണ്ടിങ് റേറ്റ്? ഡിസ്കൗണ്ടിങ് റേറ്റ് എന്ന് പറയുന്നത് 11%. ഇത് പെർസെന്റേജിൽ ആയതുകൊണ്ട് ഇതും പെർസെന്റേജിൽ എഴുതുക, അല്ലെ ഇത് ഡെസിമൽ ആണ്, ഇത് ഡെസിമൽ എഴുതുക. സോ പെർസെന്റേജ് സെൻസിറ്റിവിറ്റി
ഇതിനെ ബെറ്റർ ഡെസിമൽസിലാക്കിയാൽ കുറച്ച് കൺഫ്യൂഷൻ കുറയും. നമ്പർ ആക്കിയാൽ ഇത് 0.18 to 0.11. സോ ദിസ് ഈക്വൽ ടു, അതായത് ഈ റേറ്റിൽ NPV പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പറഞ്ഞേ? 11% നമ്മൾ കണ്ടുപിടിച്ചപ്പോ NPV പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എല്ലാവരും പറഞ്ഞേ. NPV പോസിറ്റീവ് ആണ്. നമുക്ക് NPV കുറഞ്ഞ് എത്ര വരെ വരാം? 0 വരെ വരാം. അതിനെക്കാട്ടും പോകാൻ പാടില്ലല്ലോ. സോ ഡിസ്കൗണ്ടിങ് റേറ്റ് 11, 12 ആവാം, 13 ആവാം, 14 ആവാം, ഇങ്ങനെ കൂടിയാലും വലിയ കുഴപ്പമില്ല. പക്ഷേ NPV ഈ പെർസെന്റേജിൽ IRR എന്ന പെർസെന്റേജിൽ ഡിസ്കൗണ്ട് ചെയ്താൽ, ഇപ്പൊ 11 കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്തത്, IRR എന്ന 18% ഡിസ്കൗണ്ട് ചെയ്താൽ NPV എത്രയായിരിക്കും? IRR എന്ന ഡിസ്കൗണ്ടിങ് റേറ്റ് കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്താൽ NPV എത്രയായിരിക്കും? 0. സോ നമ്മുടെ ഈ 11 എന്ന ഡിസ്കൗണ്ടിങ് റേറ്റ് 18 വരെ എത്തിയാൽ NPV 0 ആവും. സോ അത്രയും നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്. അതാണ് ഈ ഫോർമുലയില് IRR-ഉം WACC-ഉം തമ്മിലെ ഡിഫറൻസ് ഡിവൈഡ് ബൈ WACC എന്നുള്ളത്. സോ ഈക്വൽ ടു ബ്രാക്കറ്റില് IRR മൈനസ് ഡിസ്കൗണ്ടിങ് റേറ്റ് WACC. സോ 11 ഉം 18 തമ്മിലെ ഡിഫറൻസ് 7% വരെ കൂടാം, ഡിവൈഡ് ബൈ WACC ഇപ്പോൾ റേറ്റ്. അതായത് 67 പോയിന്റ് സംതിങ് പെർസെന്റേജ് ആണ് വന്നിട്ടുള്ളത്. 67.3. ഇവരുടെ ആൻസർ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഇത് അയച്ചിരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ. നമ്മുടെ 67.3 യൂട്യൂബിൽ ഈ റെക്കോർഡ് വാച്ച് ചെയ്യുന്നവർ മനസ്സിലാക്കി ഇത് ACCയുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഓക്കെ, ശരി. ഇതിന് അവസാനം വേണമെങ്കിൽ നിങ്ങൾക്ക് പെർസെന്റേജിലോട്ട് മാറ്റാം. 67.28. അവർ ട്രയൽ ആൻഡ് എററിലൊക്കെ ചെയ്തതിന് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, ദാറ്റ്സ് ഓക്കെ. അപ്പൊ ഇത് അത്രത്തോളം. ഇതിൽ ഏതാണ് ക്രിട്ടിക്കൽ പെർസെന്റേജ് കുറഞ്ഞെടുക്കുന്ന? 11.41 ആണോ 67 ആണോ? ഇതിനൊക്കെ മീനിങ് എന്താ? എസ്റ്റിമേറ്റ് ചെയ്തെന്ന് ഇത്രയും ചേഞ്ച് വന്നാൽ NPV 0 വരും. സോ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ 11% മാറിയാൽ തന്നെ NPV 0 ആവും. സോ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ക്രിട്ടിക്കൽ ഫാക്ടർ ആരാ? കോൺട്രിബ്യൂഷൻ ആണോ ഡിസ്കൗണ്ടിങ് റേറ്റ് ആണോ? പറഞ്ഞേ, ഏതാ കുറച്ചുകൂടി ക്രിട്ടിക്കൽ ഫാക്ടർ? കോൺട്രിബ്യൂഷൻ. സോ കോൺട്രിബ്യൂഷൻ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തൊന്ന് മാറാതെ പിടിക്കണം. സോ സെൻസിറ്റിവിറ്റി അനാലിസിന്റെ ഒരു ബെനിഫിറ്റ് ആണ് എന്താ, ആരാണ് ക്രിട്ടിക്കൽ ഫാക്ടർ എന്ന് ഐഡന്റിഫൈ ചെയ്താൻ പറ്റും. പക്ഷെ ഇതിന് വളരെ ലിമിറ്റേഷൻ ആണ്. അറ്റ് എ ടൈം ഒരെണ്ണേ മാറുന്നുള്ളൂ. കോൺട്രിബ്യൂഷൻ മാത്രം മാറുമ്പോൾ എന്ത്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് റേറ്റ് മാത്രം മാറുമ്പോൾ എന്ത്, എല്ലാം കൂടി ഒന്നിച്ച് മാറുന്ന സിറ്റുവേഷൻ പഠിക്കുന്നില്ല സെൻസിറ്റിവിറ്റി അനാലിസിസ്. എല്ലാം കൂടി കൺസിഡർ ചെയ്ത മെത്തേഡ് ഏതായിരുന്നോ? കുറെ ഡിഫറെന്റ് പോസിബിലിറ്റീസ് കൺസിഡർ ചെയ്ത്, അത് നമുക്ക് ഹ്യൂമൻ ബീങ്സ് ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോടെ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന മെത്തേഡ് ഏതായിരുന്നു? സിമുലേഷൻ. ഗുഡ് ഗുഡ്. സോ നമ്മുടെ ടൈം ഇവിടെ ഏകദേശം കഴിയുകയാണ്. നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത ടൈം. ഒരൊറ്റ ക്വസ്റ്റ്യൻ നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ഇവിടെ പെൻഡിങ് ഉണ്ട്. ആക്ച്വലി അത് ഈ ഫയലിൽ ഇല്ല, ഞാൻ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. നമ്മുടെ CBA പ്ലാറ്റ്ഫോമിൽ ഞാൻ വിചാരിച്ചു ഇത്രേ ക്വസ്റ്റ്യൻ ഉള്ളൂ എന്ന്. ഞാൻ ഇവിടെ നെക്സ്റ്റ് അടിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ. സെൻസിറ്റിവിറ്റി അനാലിസിസും പ്രോബബിലിറ്റി അനാലിസിസും തമ്മിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഉള്ളത്. ഓക്കെ, സോ അതിന് 6 മാർക്സ് ഉണ്ട്. അതിന്റെ തിയറിറ്റിക്കൽ ആൻസർ ഞാൻ ഈ സെഷൻ എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അതിന്റെ ആൻസർ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. ഓക്കെ അല്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്? ഓക്കെ അല്ലേ? നമ്മൾ ലാസ്റ്റ് എത്തിയത് വരെ. സോ ഞാൻ നിങ്ങളെ കൊണ്ട് ഏറ്റവും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യിക്കാതെ വളരെ ചാലഞ്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഹാൻഡ് പിക്ക് ചെയ്ത നല്ല ചാലഞ്ച് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളത്. വളരെ ഹാപ്പിലി നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഓവറോൾ തന്നെ ഫുൾ ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. ഇതിന്റെ ഒരു നല്ലൊരു മേജർ പോർഷൻ, ഒരു 60-70% നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ എക്സലന്റ്. നല്ല മാർക്കിൽ നിങ്ങൾക്ക് പാസ്സാകാൻ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ഏരിയയിൽ റെഡിയാണ് എന്ന് ഞാൻ ഈ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു.